എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ദിശ ആയുർവേദയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് തന്നെ പറയാം. മറ്റാരുമല്ല, സരിത ടീച്ചറാണ്. എന്തുകൊണ്ടാണ് ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സരിത ടീച്ചറെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഏത് വർഷമാണ് ചെയ്തത്? 2021 ആഗസ്റ്റ് മാസം ട്രീറ്റ്മെന്റ് തുടങ്ങി. എനിക്കൊന്ന് 2020 എത്ര വർഷമായിരുന്നു? ഒരു വർഷത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. 2022 കൂടി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞാൽ, സരിത ടീച്ചറെ കെയർ ഓഫ് എനിക്കൊന്നൊരു 10-30 പേഷ്യൻസ് വന്നു. അതിൽ കൂടുതലും ടീച്ചേഴ്സാണ് അല്ലേ ടീച്ചറെ? പിന്നെ എനിക്കൊന്നൊരു 10 ആൾക്കാർ ഫാമിലി തന്നെയാണ്. വീട്ടിൽ തന്നെ ഒരു 8-9 ആൾക്കാർ വന്നിരിക്കുന്നു. ഇനി ചെയ്യാൻ ബാക്കിയുള്ളത് മൂപ്പറ ഹസ്ബൻഡ് ഒരു മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ. മൂപ്പറ ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. മൂപ്പറിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആദ്യം സരിത ടീച്ചറോട് ചോദിക്കാം. സരിത ടീച്ചർ 2021 വന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ദിശയെടുത്ത് എത്തിപ്പെട്ടത്? എൻ്റെ പേര് സരിത. ഞാൻ ശ്രീ വാണി വിജയ AP സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കൂളിൻ്റെ ടീച്ചർ സുജാത ടീച്ചറാണ് എനിക്ക് ഡോക്ടറെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ സുജാത ടീച്ചർ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം ഞാൻ അവരെ കണ്ടിട്ടാണ് ഞാൻ അവരെ ഡോക്ടറെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ വരുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. പറഞ്ഞാൽ കാലുവേദന. മെയിൻ ഞാൻ വന്നത് കാലുവേദന പ്രശ്നം കൊണ്ടാണ് വന്നത്. കാലുവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന. എനിക്ക് ഇങ്ങനെ നടക്കണമെങ്കിൽ ഇങ്ങനെ വാൽ പിടിച്ചിട്ട് നടക്കേണ്ടി വന്നെ. ചുമര് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണു. രാത്രി കിടന്നടത്ത് അങ്ങോട്ട് ഞാൻ ഞാൻ പറഞ്ഞ മൂപ്പർ കന്നഡ ഫ്ലുവന്റ് ആണ്. കന്നഡ മലയാളം മിക്സ് ആയിട്ട് വരും, അല്ലെങ്കിൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നത്. കന്നഡ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. കന്നഡ ഓക്കെ ಸ್ಟಾರ್ಟಿಂಗ್ ಅಲ್ಲ ಇവിടുത്തെ ಕಣ್ಣಿನ ಇದೆ ಇവിടുന്ന് ಚುಮರಿ ಬಿಡಿച്ച് നടക്കുന്നു. ನನ್ನ ಮೇನ್ ಸಮಸ್ಯೆ ತುಂಬ ಸಮಸ್ಯೆ ಹೇಳಿದ್ರೆ ನಂಗೆ ಕಾಲು ನೋವಿಗೆ ಹೇಳಿ ಇವರ ಹತ್ತಿರ ಬಂದದ್ದು. ಕಾಲು ನೋವಿನ ಸಮಸ್ಯೆ ಹೇಳಿದ್ರೆ ನನಗೆ ನಡಿಲಿಕ್ಕೆ ಕೊಡ್ತಾ ಇರಲಿಲ್ಲ. ಅದು ನಾನು ಗೋಡೆ ಇಟ್ಕೊಂಡು ನಡಿಬೇಕು. ಒಂದು ಸ್ನಾನ ಮಾಡಬೇಕಿದ್ರೆ ಹೀಗೆ ನೀರು ತೆಗೆದು ಹಾಕ್ಲಿಕ್ಕೆ ಕೂಡ ನನಗೆ ತುಂಬ ಕಷ್ಟ ಆಗ್ತಾ ಇತ್ತು. ರಾತ್ರಿ ಮಲಗಿದಲ್ಲಿಂದ ಒಂದು ಕಡೆಯಿಂದ ಒಂದು ಕಡೆಗೆ ತಿರುಗ್ಲಿಕ್ಕೂ ಆಗ್ತಾ ಇರಲಿಲ್ಲ. ಇದಂದ್ರೆ ಎಲ್ಲ ಸಮಯದಲ್ಲಿ ಇದೇ ರೀತಿ ಇರುವುದಿಲ್ಲ. ಅದು ಕೆಲವು ಸಮಯದಲ್ಲಿ ಇರ್ತದೆ. ಅದೇ ಯಾವಾಗ ಬರ್ತದೆ ಯಾವಾಗ ಹೋಗ್ತದೆ ಅದು ಯಾವುದು ನಮಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ಈ ಸಮಸ್ಯೆಗೆ ನಾನು ತುಂಬ ಡಾಕ್ಟರ್ ಹತ್ತಿರ ಹೋಗಿದ್ದೇನೆ, ಬೇರೆ ಡಾಕ್ಟರ್ ಹತ್ತಿರ. ಆದರೆ ಅದು ಸರಿಯಾದ ಅದರ ಕಾರಣವೂ ಗೊತ್ತಾಗಲಿಲ್ಲ, ಏನಂತೇಳಿ ಗೊತ್ತಾಗಲಿಲ್ಲ ನನಗೆ. ಹಾಗೆ ಏನಿದ್ರು ನನಗೆ ಪ್ರತಿಯೊಂದಕ್ಕೂ ಯಾರ್ದಾದ್ರು ಸಹಾಯ ಬೇಕಿತ್ತು. ಅಷ್ಟು ಕೊನೆಗಾಗುವಾಗ ಜಾಸ್ತಿ ಆಗ್ತಾ ಹೋಯ್ತು. ಮತ್ತೆ ಪ್ರತಿಯೊಂದಕ್ಕೂ ತುಂಬ ಕಷ್ಟ ಆಗ್ತಾ ಇತ್ತು ನನಗೆ. അപ്പോൾ ഈ അസുഖം വന്നപ്പോൾ ഞാൻ മകനവിടുത്താണ് കുറേ ഡോക്ടർമാരെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവർ ഓരോ രീതിയിലാണ് പറയുന്നത്. ഓർത്തോൻ്റെ പ്രോബ്ലമാണ്, അതാണ് ഇതാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടിയായത് ഒരു 7 years ആണ്. ഏകദേശം 5 years തോന്നുന്നു. 5 years സമയത്താണ് കുട്ടീൻ്റെ ഒരു ആയത്. അപ്പോൾ ആ സമയത്ത് സിസറിനാണ് ചെയ്തത്. അതിന് ഇഫക്റ്റാണ്. മറ്റേ അനസ്തേഷ്യൻ്റെ കൂടുതൽ കണ്ടൻസ് കൂടി എന്ന് പറയുന്നത് അതിന് ഇഫക്റ്റ് ആണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞ് അതിൻ്റെ ലെവലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി. പിന്നെ ഫൈനലിയാണ് സുജാത ടീച്ചറിൻ്റെ ഒരു റെഫറൻസിലാണ് നമ്മൾ ഡോക്ടറെ കാണാൻ വരുന്നത്. അപ്പോൾ ഡോക്ടർ കണ്ടത് ശേഷം നമുക്ക് ദൈവത്തിൻ്റെ കിട്ടിയ പോലെ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സഫർ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ടോയ്ലറ്റിലോട്ട് കൊണ്ടുപോകും. അത് ചുമറ് പിടിച്ചിട്ട് ഇങ്ങോട്ട് നടക്കും. ഇവർക്ക് കിടന്നാലും എടുക്കാൻ പറ്റില്ല. ഞാൻ ഈ കാലിന് ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് എടുക്കേണ്ട സ്ഥിതിയിലായിരുന്നു. ദാറ്റ് മീൻസ് ഈ റൈറ്റ് ലെഗാണ് കൂടുതൽ പെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കുന്ന പണി രാത്രി എടുക്കുമ്പോൾ എന്നെ എണിപ്പിക്കും. ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് പോകും, ടോയ്ലറ്റ് കൊണ്ടുപോകും. ആ രീതിയിലാണ് നമ്മൾ ഉണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് ഇതിപ്പോൾ മുമ്പോട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആ ഒരു ടെൻഷനാണ് ഉണ്ടായിരുന്നത്. അതായത് നമ്മളൊരു കുട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്ര ശ്രമിച്ചത്. അതായത് ആയപ്പോൾ ഈ ഒരു ടെൻഷൻ വന്ന് അതിൻ്റെ അടുക്ക് 2 എംപ്ലോയീസാണ്. നമ്മൾ ഈ ഫാമിലി ടെൻഷൻ വേറെ, അതല്ലാതെ ഓഫീസിലെ ടെൻഷൻ വേറെ എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ടീച്ചറിൻ്റെ റെഫറൻസ് ചെയ്തിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റിനും സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ആ 1 വർഷത്തെ ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ ടോട്ടലായിട്ട് ഈ സ്ഥിതിയിൽ വന്നിട്ട് എല്ലാം A to Z ക്ലിയർ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ടീച്ചർ മലയാളം ഞാൻ കുറച്ച് മലയാളം, ഞാൻ കന്നഡക്കാരനാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഓഫീസിൽ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മലയാളത്തിൽ സംസാരിക്കും. ഇവർ പ്യൂർ കന്നഡയാണ്. അതുകൊണ്ടാണ് ഇവർ ചിലപ്പോൾ ഇങ്ങനെ ഇന്റർവ്യൂ കാണുന്നവർക്ക്, ഡിസ്കഷൻ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇന്റർവ്യൂ. മലയാളം അറിയുന്ന ആൾക്കാർ ഞങ്ങളെ കൂടുതൽ മലയാളികളാണ്. പക്ഷെ ടീച്ചറും മലയാളം പറയുന്നുണ്ട്, ചില വേർഡുകൾ. അതാ ഞാൻ പറഞ്ഞത്, ഏത് ഭാഷ നമുക്ക് പ്രശ്നമില്ല. കന്നഡ ദിശ അത്യാവശ്യം ഇപ്പം നിങ്ങളെപ്പോഴത്തെ കുറെ പേഷ്യൻസിന് കിട്ടിയതുകൊണ്ട് കുറച്ച് ഫ്ലുവന്റ് ആയിട്ടുണ്ട്. പറയാൻ തുടങ്ങിയത് അതിന് മുമ്പേ നമുക്ക് കന്നഡ പറയാൻ അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് കന്നഡ ಗೊತ್ತಿಲ್ಲ. എനിക്ക് കന്നഡ അത് മാത്രമേ അറിഞ്ഞുള്ളൂ പറയാൻ. അപ്പം സാറിനെ ഞാൻ പരിചയപ്പെടുത്തില്ല. സാറ് ഏത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ സീനിയർ സൂപ്രണ്ടായിട്ട് ഈ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ മഞ്ചേശ്വരത്തിലാണ് സീനിയർ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. മഞ്ചേശ്വരം, കാസർഗോഡ് ജില്ല. അതിനിടയ്ക്ക് ഞാൻ തിരുവനന്തപുരത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോക്കൽ ഞാൻ
എൻ്റെ നേറ്റീവ് പ്ലേസിലേക്ക് വന്നിട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് സ്റ്റേ മഞ്ചേശ്വരത്തിൽ സീനിയർ സൂപ്രണ്ടായിട്ടുണ്ട്. അതെ അതെ, ഞാൻ സരിത ടീച്ചർ വീട്ടിലെല്ലാവരും ട്രീറ്റ്മെന്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ബാക്കി അദ്ദേഹം മാത്രമാണ്. അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണം മൂപ്പർ ചെയ്തിട്ടില്ല. ചെയ്യണം എന്നുള്ള ಫ್ಯೂಚರ್ ಪ್ಲಾನ್ ഒക്കെ ഉണ്ട്. ಅಪ್ಪ ಮೂಪರ ചെയ്യിക്കാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പഠിക്കുന്ന ചെയ്യുന്ന ವಿಚಾರಿക്കുന്നു. ಕಾಲಿ ನೋವಿನ ಸಮಸ್ಯೆಗೆ ಬಂದರೂ ಕೂಡ ಒಳಗಿಂದ ಇದ್ದ ಸಮಸ್ಯೆ ಯಾವುದು ನನಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ಡಾಕ್ಟರ್ ಕೆಲವು ಟೆಸ್ಟ್ಗಳನ್ನು ಮಾಡಿಸ್ತಾರೆ. ಅಂದರೆ ಇವರು ಎಲ್ಲ ಡಾಕ್ಟರ್ ಆಗಲ್ಲ. ನಾವೀಗ ಇಷ್ಟು ಭಾಗ ಕಾಲು ನೋವು ಹೇಳಿದರೆ ಅವರು ಅದರ ಮೇಲ್ಭಾಗ ಟೆಸ್ಟ್ ಮಾಡ್ತಾರೆ. ಅಂದರೆ ಯಾಕೆ ಈ ಸಮಸ್ಯೆ ಬಂತು ಏನು ಎಲ್ಲ. ನಾನು ಸ್ವಲ್ಪ ತೋರ ಇದ್ದೆ, ಮತ್ತು ಹೊಟ್ಟೆ ಎಲ್ಲ ಇಷ್ಟು ದೊಡ್ಡದಿತ್ತು. ಅದೇ ರೀತಿಯಾಗಿ ನಾನು ಬಂದು ನೋಡಿ ಮತ್ತೆ ಡಾಕ್ಟರ್ ಹೇಳಿದ ಟೆಸ್ಟ್ ಎಲ್ಲ ಮಾಡಿದ ಮೇಲೆ ಗೊತ್ತಾಯಿತು ನನಗೆ ಯೂಟ್ರಸ್ಸಲ್ಲಿ ಸಮಸ್ಯೆ ಉಂಟೇಳಿ. ಯೂಟ್ರಸ್ ಅಂದರೆ ನನಗೆ ಈ ಮೆನ್ಸಸ್ಸಿನ ಸಮಸ್ಯೆ ಈಗಲ್ಲ, ಮೊದಲಿಂದಲೇ ಇತ್ತು. ಆದರೆ ಸ್ವಲ್ಪ ಮದ್ದು ತೆಗೆಯುವಾಗ ಕಡಿಮೆ ಆಗೋದು. ಆದರೆ ನಾನು ಮಂಗಳೂರಿನ ಕೆಲವು ಪ್ರತಿಷ್ಠಿತ ಆಸ್ಪತ್ರೆಗಳಲ್ಲಿ ಅದೇ ರೀತಿ ಬೇರೆ ಡಾಕ್ಟ್ರಲ್ಲಿ ಎಲ್ಲ ಚೆಕಪ್ ಮಾಡಿದಾಗ ನನಗೆ ಯಾವುದು ದೊಡ್ಡ ಸಮಸ್ಯೆನೂ ಗೊತ್ತಿರಲಿಲ್ಲ. ಡಾಕ್ಟರ್ಸ್ ಹೇಳೋದೊಂದೇ, ಈಗಿನ ಫುಡ್ ಸಿಸ್ಟಮ್ ಲೈಫ್ ಸ್ಟೈಲಲ್ಲಿ ಎಲ್ಲರಿಗೂ ಹೊಟ್ಟೆ ನೋವು ಇರ್ತದೆ ಅಂತೇಳಿ ಹೇಳ್ತಾರೆ. ಆದರೆ ನಾನು ಕೆಲವು ಬೇರೆ ಆಯುರ್ವೇದಿಕ್ ಮಾಡಿದ್ದೇನೆ, ಎಲ್ಲ ರೀತಿಯ ಇದನ್ನು ಟ್ರೀಟ್ಮೆಂಟ್ಗಳನ್ನು ಮಾಡಿದ್ದೇನೆ. ಆದರೆ ಏನು ಸಮಸ್ಯೆ ಇಲ್ಲಿ ಸರಿಯಾಗಿ ನನಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ಇದು ಯಾವಾಗ ಈ ಲಾಕ್ಡೌನ್ ಎಲ್ಲ ಆದ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಲೈಫ್ ಸ್ಟೈಲ್ ಕೂಡ ಸ್ವಲ್ಪ ಚೇಂಜ್ ಆಯಿತು. ಆಗ ಒಂಚೂರು ಜಾಸ್ತಿ ಹೊತ್ತು ಬೆಳಿಗ್ಗೆ ಮಲಗೋದು ಇದೆಲ್ಲ ಆದಾಗ ಮತ್ತು ನಾನು ಫುಡ್ಡಲ್ಲಿ ಎಲ್ಲ ಚೇಂಜಸ್ ಆದಾಗ ತೋರ ಆಗ್ತಾ ಹೋದೆ. ಈ ಸಮಸ್ಯೆಯೂ ಹೆಚ್ಚಾಯಿತು. ಈ ಸಮಸ್ಯೆ ಜೊತೆ ಕಾಲು ನೋವು ಎಲ್ಲ ಒಟ್ಟಿಗೆ ಹೆಚ್ಚಾಗ್ತಾ ಹೋಯಿತು. ನಾವು ಮನೆಯಲ್ಲೇ ಇದ್ದ ಕಾರಣ ನಮಗೆ ಆಗ ಅಷ್ಟು ಗೊತ್ತಾಗಲಿಲ್ಲ. ಯಾಕೆ ಹೇಳಿದರೆ ಈ ಮೆನ್ಸಸ್ನ ಸಮಸ್ಯೆ ಹೇಳೋದು ಮೊದಲಿಂದಲೇ ಒಟ್ಟಿಗೆ ಬರ್ತಾ ಇದ್ದ ಕಾರಣ ಅದು ಪ್ರತಿ ತಿಂಗಳು ಬರ್ತದೆ. ಒಂದು 3 ದಿನ ಹೊಟ್ಟೆ ನೋವು ಇರ್ತದೆ, ಮತ್ತೆ ಹೋಗ್ತದೆ. ಅದು ನಮ್ಮ ಒಟ್ಟಿಗೆ ಇಷ್ಟು ಸಮಯ ಇದ್ದ ಕಾರಣ ಅದು ದೊಡ್ಡ ಸಮಸ್ಯೆ ಹೇಳಿ ನನಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ಆದರೆ ಡಾಕ್ಟರ್ ಹತ್ತಿರ ಬಂದು ನೋಡಿದಾಗ ಅದಕ್ಕೆ ಬೇಕಾದ ಸ್ಕ್ಯಾನಿಂಗ್ ಎಲ್ಲ ಮಾಡಿದಾಗ ಗೊತ್ತಾಯಿತು ನನಗೆ ಯೂಟ್ರಸ್ಸಲ್ಲಿ ಸಮಸ್ಯೆ ಉಂಟೇಳಿ. ಅದನ್ನು ಟೆಸ್ಟ್ ಮಾಡಿದ ನಂತರವೇ ಗೊತ್ತಾದದ್ದು. ಹಾಗಾಗಿ ಡಾಕ್ಟ್ರು ಮತ್ತೆ ನೋಡುವಾಗ ಡಾಕ್ಟ್ರಿಗೆ ಇದು ದೊಡ್ಡ ಸಮಸ್ಯೆ ಹೇಳಿ ಆಯಿತು. ಹಾಗೆ ನನಗೆ 1 ವರ್ಷದ ಟ್ರೀಟ್ಮೆಂಟ್ ಮಾಡಿಸಿದ್ದಾರೆ. ಅಲ್ಲಿ ಡಾಕ್ಟ್ರು ಕೇವಲ ನಾವು ಬೇರೆ ಡಾಕ್ಟರ್ ಹತ್ತಿರ ಹೋದಾಗ ಕಾಲು ನೋವಾದರೆ ಇಷ್ಟೇ ನೋಡ್ತಾರೆ. ಇದು ಮೇಲಿನ ಸಮಸ್ಯೆನೆಲ್ಲ ನೋಡಿದ ಕಾರಣ ನನಗೆ ಟೆಸ್ಟ್ ಮಾಡಿದಾಗ ಯೂಟ್ರಸ್ನ ಸಮಸ್ಯೆ ಆಗಲಿ ಡಿಸ್ಕಿನ ಸಮಸ್ಯೆ ಎಲ್ಲವೂ ಇದಕ್ಕೆ ರಿಲೇಟೆಡ್ ಆಗಿ ತಿಳಿಯಿತು. ಆ ನಂತರ ಅದಕ್ಕೆ ಬೇಕಾದಂಥ ಟ್ರೀಟ್ಮೆಂಟನ್ನು ನಾವು ಮಾಡಿದ್ದು. ಅಂದರೆ ಮೆನ್ಸಸ್ಸಿನ ಸಮಸ್ಯೆಯನ್ನು ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲದಷ್ಟು ಹೊಟ್ಟೆ ನೋವು, ಓವರ್ ಬ್ಲೀಡಿಂಗ್ ಎಲ್ಲ ಇದ್ದು ನನಗೆ ಸಹಿಸ್ಲಿಕ್ಕೆ ಆಗ್ತಾ ಇರಲಿಲ್ಲ. ಆದರೆ ಅದಕ್ಕೆ ಸರಿಯಾದ ಒಂದು ಏನು ನೋವು ಕಡಿಮೆ ಅಂತೇಳಿ ಆದದ್ದು ನನಗೆ ಇವರ ಟ್ರೀಟ್ಮೆಂಟ್ ಮಾಡಿದ ನಂತರ. ನನಗೆ 15 ವರ್ಷ ಪ್ರಾಯ ಇರುವಾಗ ನನ್ನನ್ನು ನನ್ನ ತಾಯಿ ಎಲ್ಲ ಡಾಕ್ಟ್ರ್ ಹತ್ತಿರ ಕೊಂಡೋಗಿದ್ದಾರೆ ಇದೇ ಸಮಸ್ಯೆಗೆ. ಅಂದರೆ ಆಗ ಸ್ಕ್ಯಾನಿಂಗು ಮಾಡಿದ್ದೇವಾಗ ಇಷ್ಟು ದೊಡ್ಡ ಸಮಸ್ಯೆ ಇರಲಿಲ್ಲ. ಆದರೆ ನನ್ನ ತಾಯಿ ಕೊಂಡೋಗದ ಡಾಕ್ಟ್ರ್ ಇಲ್ಲ. ಹೋಗ್ತಾರೆ ಬರೋದು, ಒಂದು ಸ್ವಲ್ಪ ಕಡಿಮೆ ಆಗ್ತದೆ. ಸ್ವಲ್ಪ ಕಡಿಮೆ ಆಗುವಾಗ ನಮಗೊಂದು ರಿಲ್ಯಾಕ್ಸ್ ಆಗೋದು. ಅಂದರೆ ಏನೋ ಇದು ಕಡಿಮೆ ಆಯಿತು ಹೇಳಿ ಮತ್ತೆ ನೋಡುವಾಗ ಅದು ಪೂರ್ತಿ ಕಡಿಮೆ ಆಗೋದಿಲ್ಲ. ಹಾಗಾಗಿ ಯಾವಾಗ ನಾವು ಡಾಕ್ಟರ್ ಹತ್ತಿರ ಬಂದ್ವಿಯೋ ಆ ನಂತರವೇ ನನಗೆ ಮೆನ್ಸಸ್ಸಿನ സമസ്യ ಅನ್ನೋದು പൂർത്തിയാക്കി കಡಿಮೆ ಆದದ್ದು. മെൻസസിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞാലും ഇവരെ മെൻസസ് പീരീഡിൽ സംഭവിക്കുന്നു പറഞ്ഞാൽ ഇവർ 3 ദിവസം കിടക്കും. 3 ദിവസം കിടക്കും. 3 ദിവസം കിടക്കും എന്ന് പറഞ്ഞാൽ അന്ന് നടക്കാൻ പറ്റില്ല. അങ്ങോട്ട് വയറുവേദന എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതന്നെ റോളിങ് തന്നെ ബെഡിൽ. അപ്പോൾ ഇതൊരു സീവിയർ ആയിട്ട് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്താണ്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇത് ഫ്രം ദ ബിഗിനിങ് തന്നെ ഉണ്ട്, നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റ് നടത്തിയതാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് സീവിയർ ആയിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയും വന്നു, എല്ലാം വന്നപ്പോൾ നമുക്ക് ഒന്നും തിരിഞ്ഞില്ല എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ സഫറിങ്സ് പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് തന്നെ സഫറിങ്സിൽ തന്നെ നമ്മൾ പോയതാണ്. അതെ മുമ്പേ ഉണ്ടായിരുന്നു പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കിയത് ഇവർ പറഞ്ഞ ശേഷമാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ബ്ലീഡിങ്, ഇതിൻ്റെ പെയിനു, ഇതിൻ്റെ നടക്കാൻ പറ്റാത്ത സ്ഥിതി, സ്കൂളിലേക്ക് 2-3 ദിവസം കമ്പൽസറി മന്ത്ലി ലീവാണ്, 3 ദിവസം ലീവാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു സിവിയർ പെയിൻ ആണ് ആ സമയത്തുണ്ടായത്. അതിൻ്റെ ശേഷം കുട്ടിയായ ശേഷമുള്ള പിന്നെ വരുന്നത് നമ്മൾ കോവിഡ് സമയത്താണ് ഈ കാലുവേദന. മറ്റേത് ഇതൊന്നും നമ്മൾ വന്നത് കാലുവേദന എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഇന്നർ പാർട്ട് ഡോക്ടർ ഇപ്പോൾ അഡീഷണൽ ഡോക്ടർ അതിലേക്ക് പറ്റുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റിന് പറ്റിയുള്ള എല്ലാ സജഷനും കൊടുത്തു. അപ്പോൾ സ്കാനിങ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എല്ലാം ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് ഇത് ഒരു സാധനമല്ല, ഇതിൻ്റെ ബാക്കിൽ വേറെന്താ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാം കറക്റ്റ് ചെയ്താൽ ഇതെല്ലാം കറക്റ്റായിട്ട് ശരിയായിട്ട് കിട്ടും എന്ന് പറയുന്ന ആ സജഷൻ കൊണ്ടാണ് നമ്മൾ എല്ലാത്തിനുള്ള ട്രീറ്റ്മെൻറ്റായിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞോ അതേ ആപ്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ മാഡമിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ചെയ്താൽ 100-200% റിസൾട്ടാണ് ഇതിൽ കിട്ടേണ്ടത്. അതിലേക്ക് സാക്ഷിയാണ് എൻ്റെ വൈഫ്. ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഫാമിലിയിൽ ഇനിയിപ്പോൾ ഒരു ഏകദേശം 8-9 പേരായി. അത് ഈവൻ നമ്മൾ ഓവർസീസ് ആയിട്ടുള്ള എൻ്റെ അല്ലെങ്കിൽ ഗൾഫിലുള്ളതാണ്. അവൻ്റെത് ചെയ്തു, അവൻ്റെ വൈഫിൻ്റെത് എല്ലാം ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ
ഞാൻ മാത്രമേ ഉള്ളൂ. അത് ഭാവിയിൽ ചിലപ്പോൾ എൻ്റെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, ഇപ്പം സാർ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാര്യ ഭർത്താക്കന്മാരിൽ ഭാര്യയാണ് ഒരു പക്ഷേ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഭർത്താവാണ് പേഷ്യൻ്റെങ്കിൽ ഈ പേഷ്യൻറ്റിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ഇത് സഹിക്കുകയും ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നത് പേഷ്യൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ വേദന അനുഭവിക്കുന്ന ഓഫ് കോഴ്സ് അതെന്തായാലും അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ കൂടെ നിൽക്കുന്ന ആൾ ഇത് എന്നും ചെയ്യാൻ പറ്റുകയില്ല, സഹിക്കുന്ന കാണുമ്പോൾ ഒരു മാനസികമായൊരു വിഷമം ഉണ്ടാവും. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവാണിത്, നല്ലൊരു ഭർത്താവാണ്. അപ്പോൾ ആ സ്നേഹം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അല്ലേ? അപ്പോൾ അത്ര അത് സ്നേഹം തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് പറയും ഇപ്പം ഭർത്താവാണ് കിടക്കുന്നതെങ്കിൽ ഭാര്യയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് സഹിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് ഭയങ്കര വിഷമം തന്നെയല്ലേ? അപ്പോൾ അവരെ വേദന നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ചില ഭർത്താക്കളിൽപ്പെട്ട ഒരു പ്രധാനിയായ ഒരാളാണ് ഇദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. അത് നിങ്ങൾ അത് മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയത് അല്ല, ട്രീറ്റ്മെന്റ് സമയത്ത് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയത്. ഇല്ലെങ്കിൽ അത്രയ്ക്ക് ചെയ്യാൻ പറ്റൂല. എല്ലാ ട്രീറ്റ്മെന്റ് എല്ലാ ഭാഗത്തും ഡോക്ടർ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം ഞാൻ ഡോക്ടറെ അടുത്ത് വന്ന് തിരിച്ചു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡോക്ടർ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതാണോ, അല്ല ചെയ്യൂല പറഞ്ഞാൽ ഇവർ സീരിയസ് ആയിട്ട് പറയൂ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി പറഞ്ഞാൽ അത്രയ്ക്ക് പ്രോംപ്റ്റായി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട വേറെ എന്തെങ്കിലും നോക്കും. അപ്പൊ ഞാൻ 3 പ്രാവശ്യം തിരിച്ചു പോയി, ചെയ്യണോ വേണ്ടയോ ചെയ്യണോ. അതെ, ഡോക്ടർ വരുമ്പോ ഒന്നേ പറയൂ നിങ്ങൾ ആലോചിച്ചിട്ട് വാ. 3 പ്രാവശ്യം അപ്പൊ ഞാൻ പോയിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ ഈ മേഖലയായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ്. പിന്നെ കല്യാണം കഴിച്ച ശേഷം ഫുൾ ആയുർവേദം തലക്ക് കയറിയതാണ്. അപ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ആ രീതിയിൽ വരുന്നത് മാത്രം. ഇത് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ അതിനുള്ള യോഗം വേണം. ടീച്ചർ ഇപ്പം സാർ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നത് ഇത് നന്നായി ജീവിക്കാനുള്ള ഒരു യോഗം വേണം, കുറച്ചൊരു ബുദ്ധിയും വേണം. കാരണം വെച്ചാൽ ഇതിലേക്ക് വരാൻ കുറച്ച് യോഗവും ബുദ്ധിയും എല്ലാം കൂടി അടങ്ങിയ ഒരു സംഭവം. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ഉണ്ടല്ലോ, ആ മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ എന്തിനും തയ്യാറാണെന്നുള്ളൊരു തീരുമാനം. അല്ലാണ്ട് എനിക്ക് പഥ്യമൊന്നും എനിക്ക് പറ്റില്ല അങ്ങനത്തെ ഒരു വരണ്ട. കാരണം ഇതിനേക്കാൾ പ്രയോറിറ്റി പഥ്യമാണ് എങ്കിൽ ഒരു ചെയ്യാം. ഒരു ആരോഗ്യമാണ് പ്രധാനം, ഏറ്റവും പ്രധാനം എനിക്ക് ആരോഗ്യമെന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി. അതാണ് ദിശ ഒരു പേഷ്യന്റ് പറഞ്ഞ ആദ്യം 3-4 വർഷം നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്തോ. അതിന്റെ അർത്ഥം അതാണ്. അതെ, എന്റെ സ്കൂളിലുള്ള സുജാത ടീച്ചർ ചെയ്തപ്പോൾ അവരെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. പറഞ്ഞ ഭയങ്കര ഇത്ര മെലിഞ്ഞിട്ട് അയ്യോ ഇങ്ങനൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങനെ ആലോചിച്ച് അവരെല്ലാം എന്നോട് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു ഇങ്ങനൊക്കെ ഉണ്ട്, ഡോക്ടർ ട്രീറ്റ്മെന്റ് ഇങ്ങനെ ചെയ്യണോ, അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് പറ്റുമോ ഇല്ല എന്നിങ്ങനെ ആലോചിച്ച് എന്നാലും ഞാൻ അത്രയ്ക്ക് സഹിച്ചിനി വേദന സഹിച്ചതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പിന്നെ വന്നു. അത് നിങ്ങൾ സുജാ ടീച്ചറെ അയ്യോ പാവെന്ന് വിചാരിച്ചില്ലേ, അത് കുറേ ആൾക്കാരുണ്ട്. കാരണം ചിലവർ ക്ഷീണിച്ചിട്ട് കാണും. പഥ്യം ചെയ്യുന്ന സമയത്ത് സാധാരണയുള്ള ആ ഫാറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് ഒരു മെലിയും. അപ്പം പുറത്തുനിന്ന് കാണുന്നതിന് വിചാരിക്കും അയ്യോ പറഞ്ഞ വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അത് കുറേ ആൾക്കാർ പറയും. ഞങ്ങൾ ആദ്യം തന്നെ വരുന്ന പേഷ്യൻ്റ് നമ്മൾ പറയും, ഞങ്ങൾ പല ആൾക്കാരും പറയും അയ്യോ ക്ഷീണിച്ചല്ലോ ആ കോലം കെട്ടല്ലോ എന്ന് പറയും. നിങ്ങൾ അതൊന്നും വീഴരുത്, കുറച്ചു കാലം വെയിറ്റ് ചെയ്യണം, പിന്നീട് മെല്ലെ 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 നമ്മളിലേക്ക് വരും. അപ്പോൾ സുജാതക്ക എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ ഇന്റർവ്യൂ ചെയ്ത ഒരാൾ തന്നെയാണ്. സുജാതക്ക ഇവിടുന്ന് ടീച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് ടീച്ചറാണ്. ടീച്ചറിലൂടെയാണ് സരിത ടീച്ചർ വന്നിട്ടുള്ളത്. ഈ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് പല ആളുകളും ഈ പറഞ്ഞതുപോലെ നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തും. പിന്നെ ഞാൻ നേരത്തെ മറന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്ത് കാഴ്ചയിൽ സുജാ ടീച്ചറെ പറ്റി പറഞ്ഞു ടീച്ചർ, പക്ഷെ ഇതെന്താണ് ഈ ടീച്ചർ വീട്ടിൽ പോയിട്ട് അനുഭവിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. സുഹൃത്തായോണ്ട് അറിയാം. ഇപ്പൊ വലിയൊരു ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഇപ്പൊ ടീച്ചറെ കാര്യം. ടീച്ചറോട് പല ആളും പറഞ്ഞു നിങ്ങൾ എന്തെങ്ങനെ ക്ഷീണിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് പറയുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ ഈ ചുമരി പിടിച്ചിരിക്കുന്ന നടത്തമൊക്കെ സാറിനെ അറിഞ്ഞോളൂ, നിങ്ങൾക്കും അറിഞ്ഞോളൂ. അതൊന്നും അവർക്കറിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നു, നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കേ അറിയുള്ളൂ. വേറെ ആരെങ്കിലും ഒന്നും അറിയാതെ പറയുമ്പോൾ നമ്മളതിലേക്ക് വീണ് പോകരുത്. നമ്മൾ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ദിശയും കഷ്ടപ്പെടുന്നത്. പക്ഷേ മീൻസ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ദിശ എന്ന് വെച്ചാൽ വളരെ എഫേർട്ട് ഇടുന്ന ഒരാളാണ്. ഞാൻ ദുബായ് ഒഴിവാക്കി നാട്ടിൽ സെറ്റിൽ ആവാൻ കാരണം അവളുടെ ഡെഡിക്കേഷനാണ്. പിന്നെ അവൾ ഇപ്പം സരിത ടീച്ചറെ പോലെ കുറേ ആൾക്കാരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒബ്സർവേഷനിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ കരുതി ഇവിടെ ഒന്ന് സപ്പോർട്ട് ഇവർക്ക് പിന്നെ അതങ്ങനെ പുറത്തേക്ക് എത്തിക്കാനോ അല്ലെ അതൊന്നും വരുന്ന ആൾക്കാർ ഇവൾ മനോഹരമായി നോക്കുന്നുള്ള ഒരു ക്വാളിറ്റിയാണോ ഒക്കെ ഉള്ളത്. മറ്റു പുറത്തേക്ക് എത്തിക്കാനുള്ള അത് കുറച്ച് ടോക്കറ്റീവ് ആയിരിക്കണം, കുറച്ച് തള്ളു പറയുന്ന ഞങ്ങളെ ഭാഷ പറഞ്ഞാൽ കുറച്ച് ഞാനൊക്കെ കുറച്ച് തള്ളാണെന്ന് ആൾക്കാരെ പറയും. ഞാൻ ഉള്ള കാര്യം പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതാണ്. ഇപ്പം നിങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ പലരും പറയുമ്പോൾ ഒരു തള്ളു പറയുന്നതാണ്. ഞാൻ കുറച്ച് സംസാരപ്രിയനായതുകൊണ്ട് ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കാം. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒരു ബേസിക്കലി ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നി ദിശയുടെ കാര്യം ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളൊരു സാധ്യതകളുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് നമ്മളിങ്ങനെ സിസ്റ്റം ഉണ്ടാക്കിയത്. നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ഞങ്ങൾ പൈസയേക്കാൾ അല്ലെങ്കിൽ ഫീസിനേക്കാൾ ഉപരി നമ്മൾ ഇത് ചെയ്യാനൊരു യോഗം ഉണ്ടാവുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പോയിട്ട് ആലോചിച്ചിട്ട് തീരുമാനിച്ച ആ ഒരു
നമ്മുടെ മനസ്സിൽ അങ്ങനെ തീരുമാനം വരുമ്പോൾ ഇതൊരു കോഴ്സ് പോലെ ആൾക്കാർ ഫോളോ ചെയ്യും. ഇത് കറക്റ്റ് ഫോളോ ചെയ്തതിൽ വലിയ റിസൾട്ട് ഉണ്ടാവില്ല, ഞങ്ങൾ ട്രീറ്റ്മെന്റിന്റെ പബ്ലിസിറ്റി അത് ബാധിക്കുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ പ്രോപ്പറായി ചെയ്തത് കൊണ്ട് അതിന്റെ റിസൾട്ടിലേക്ക് എത്തിയത്. നിങ്ങൾ പകുതിക്കുന്ന ചെയ്യാതെ നിങ്ങൾ രണ്ടാളോട് പറയുക എങ്ങനെയാണ്, ഞാൻ എന്തല്ലോ അവള് പറയുന്നത് തിന്ന് എനിക്ക് ശരിയായിട്ടില്ല എന്ന് പറയില്ലേ. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് 1000 പേഷ്യന്റ് വേണ്ട, ഒരു 10 പേഷ്യന്റിന്റെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റിയായി. അവിടെ പൈസയുടെ പുറകെ ഓടുന്നില്ല, നമ്മൾ ഈ പബ്ലിസിറ്റി അല്ല, നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അതുകൊണ്ട് ഞങ്ങളും പേഷ്യൻസിനെ സെലക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഞങ്ങളെ സെലക്ട് ചെയ്ത പോലെ തന്നെ ഞങ്ങൾ നിങ്ങളെയും സെലക്ട് ചെയ്യും. അവർ ചെയ്യുമോ നോക്കുക അങ്ങനെ. ഡോക്ടർ ഇങ്ങനെ നമ്മളെങ്ങനെ മെന്റലി ഇതിന് പ്രിപ്പയർഡ് ആണോ വരുമോ അല്ല നമുക്ക് താല്പര്യക്കുറവുണ്ട് അതെല്ലാം ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നോക്കാം. അതെല്ലാം അങ്ങനെ നോക്കിയിട്ട് പിന്നെ സെലക്ട് ചെയ്യും. ചിലപ്പോൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനെ കുറെ ആൾക്കാർ ഇതൊന്നും അറിയാണ്ട് വന്നിട്ട് എന്തെല്ലോ പറഞ്ഞിട്ട് പോകും. ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ആയിരിക്കും. ആദ്യം നമുക്ക് വേണ്ട വിശ്വാസമാണല്ലോ, വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പിന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പ്രശ്നമല്ല ഈ പഥ്യം. ചില ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലൊക്കെ മീൻസ് നമ്മുടെ നാട്ടിൽ എൻ്റെ മലയാളികൾ ഇവരൊക്കെ പ്രതിനിധികളാണ് പറയാം. മലയാളിയൊക്കെ ഭക്ഷണം കഴിക്കാണ്ട് എനിക്ക് പറ്റില്ല. അതെ കുറെ ആളുണ്ട് അങ്ങനെ പറയുന്നവരുണ്ട്. പത്യമൊക്കെ ചെയ്യാൻ പറ്റില്ല, പറ്റില്ല. ആരോട് പറയാനോ ഒരു എങ്ങനെ പറയും ഇവരെങ്ങനെ ചെയ്യുമോന്ന് ഒരു പേടിയാണ്. പഥ്യം എന്ന് പറയുന്നത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാം കഴിക്കാം. സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് മാറും. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഒരു ഒരാഴ്ച പഥ്യം തരും. അത് ഒന്നുമില്ല, പഥ്യം പറഞ്ഞാൽ വെജിറ്റബിൾസ് കഴിക്കുക എന്നുള്ളതാണ്. അത് ഡോക്ടർ പറയുന്ന പോലെ തന്നെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ കഴിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടീഷൻ ഒക്കെ ആണ്, ലക്ഷണങ്ങളൊക്കെ മാറുകയാണെങ്കിൽ നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യം എല്ലാ ഫുഡിലേക്കും പോവാം. അത് ട്രീറ്റ്മെന്റ്സിൽ മാത്രമേ ഉള്ളൂ ഈ പഥ്യക്രമങ്ങൾ. അതും വളരെ ഇടവിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട്, അല്ലാതെ അപ്പാട് കണ്ടിന്യൂ വെറും ജീവിതകാലം മുഴുവൻ പഥ്യം ഫോളോ ചെയ്യാനൊന്നും ആരും ഇവിടെ പറയുന്നില്ല. ഇപ്പം സെറ്റടിച്ചെല്ലാം കഴിക്കുന്നുണ്ടോ? എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചെന്നുണ്ട്, ഇത് ഇപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ഫുഡ് കഴിക്കോ? എല്ലാവർക്കും ഒരു സംശയം. പറഞ്ഞാൽ ഇത്ര 4 വർഷമായി ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, ഇപ്പോഴും നിങ്ങൾ അതേപോലെ ചെയ്യോ അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ അവരോട് പറയും ഇപ്പൊ എല്ലാം കഴിക്കാം. പക്ഷെ നമുക്ക് തന്നെ ഡോക്ടർ ഇത്ര വർഷമായിട്ട് സംസാരിക്കുന്നുണ്ട്, നമുക്കറിയാം ഏത് ശരി ഏത് തെറ്റ് എന്ന് അറിഞ്ഞിട്ട് നമുക്ക് കഴിക്കും. ഞങ്ങളുടെ വീട്ടിലൊരു എപ്പോഴും ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്, ദിശായ നമഃ. ദിശായ നമഃ പറഞ്ഞാല് വീട്ടിലെന്തെങ്കിലും പുറത്തൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മ ഇങ്ങനെ ആലോചിക്കും എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട. അപ്പൊ ആലോചിച്ചിട്ട് പറഞ്ഞിട്ട് കഴിക്കാം. അതിപ്പോ എപ്പോഴും ഡോക്ടർ കാര്യം വീട്ടിൽ പറയാതെ ദിവസം ഇല്ല എന്ന് പറയാം. അത്രയൊക്കെ ഞങ്ങള് ഡോക്ടർ കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത്ര ഞാൻ ചിലപ്പോ ഇങ്ങനെ കുട്ടികളോട് പറയൂ ദിശായ നമഃ പറഞ്ഞാൽ നമ്മള് ചിലപ്പോ ഉണ്ടാവല്ലേ വീട്ടില് ഒരുപാട് ഫുഡ് ഉണ്ടാവും. ആ സമയത്ത് ഞാൻ വീട്ടിൽ പറയൂ ദിശായ നമഃ. ഹോട്ടലിൽ പോയാല് ചിലപ്പോ വേണ്ടത് മാത്രമേ എടുത്ത് കഴിക്കൂ. പുറത്ത് എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കാൻ പോകുമ്പോക്കെ ഓവറായിട്ട് ഈ മസാല ഒക്കെ ഓവറായിട്ട് ഇരിക്കുമ്പോ നമുക്കത് വേണ്ടെന്ന് ചിലപ്പോ തോന്നും. എന്തെങ്കിലും മക്കൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ടീച്ചറപ്പെടുന്ന പറയും, ഒന്നും പറയൂല. ജങ്ക് ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ടീച്ചർ ഓം ദിശായ നമഃ. അപ്പം പറയും മസാല ദോശ അല്ലെങ്കിൽ നല്ല നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഭവമായി. നല്ല അടിപൊളിയാണ് ടീച്ചർ. ഒരു കാര്യം മനസ്സിലായി, ദിശ എന്താണോ പറയുന്നത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരാളാണ് ടീച്ചർ. അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചർ ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എത്ര ദിവസങ്ങൾ കൊണ്ടാണ് ഈ മീൻസ് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയത്? ഞാൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഡോക്ടർ ഫസ്റ്റ് പോയ ദിവസം തന്നെ മെഡിസിൻ റെഡി ഉണ്ടാവില്ല. അത് ചെയ്തിട്ട് ഞാൻ എപ്പോൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും അത് ദിവസം തന്നെ എനിക്ക് മെൻസസ് ആയി. അപ്പം അതിൽ മെൻസസ് ആയ സമയത്ത് പത്തി ചെയ്യുമ്പോൾ ചെറിയ മാറ്റമൊക്കെ വരും. അപ്പോൾ ഡോക്ടർക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഇവർക്ക് പത്തി പിടിക്കാൻ പറ്റുമോ. 2 ദിവസത്തിലെന്തോ മെൻസസ് ആയി. അപ്പം അതേ മാസം എനിക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടി. അത് ഇതിൽ മെയിൻ പറയാനുള്ളത്, ഞാൻ ചെറുപ്പം മുതൽ എനിക്കൊരു 15 വയസ്സ് വരെ തൊട്ട് ഞാൻ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. പക്ഷേ എപ്പോൾ ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അതേ മാസം മെൻസസ് സമയത്ത് ചെറിയ മാറ്റം വന്നു, കുറഞ്ഞുകൊണ്ട് വന്നു. വയറുവേദന ബ്ലീഡിങ് ഒക്കെ കുറഞ്ഞുകൊണ്ട് വന്നു. എന്നിട്ട് അതിൻ്റെ ശേഷം മെൻസസ് ആകുമ്പോൾ എല്ലാ മെൻസസ് ഇതുവരെ ഇപ്പോൾ 4 വർഷമായി എല്ലാ സമയത്തും ഡോക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിക്കും എപ്പോൾ മെൻസസ് ആയി, എപ്പോൾ ബ്ലീഡിങ് എങ്ങനെയുണ്ട്, വേദന എങ്ങനെയുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, എല്ലാ 4 വർഷം കൊണ്ട് ഇങ്ങനെ ചോദിക്കുന്ന ഡോക്ടറെ എവിടെ കാണാൻ പറ്റില്ല. 4 വർഷം കൊണ്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടുണ്ടാവും. അപ്പം അതേ മാസം എനിക്ക് ഇത് കുറവ് വന്നു. പിന്നെ 1 വർഷത്തെ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു പറഞ്ഞത്. ഒരു 3 മാസം ആകുമ്പോൾ ഒരു സ്കാനിങ് ചെയ്തു. അതിൽ നല്ല റിസൾട്ടായിരുന്നു, നല്ല കുറവുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം 6 മാസം ആകുമ്പോൾ എൻ്റെ സാധാരണ എല്ലാ വേദന കുറഞ്ഞിട്ടുണ്ട്. എല്ലാ വേദന, കാലുവേദന, വയറുവേദന, എല്ലാ പ്രശ്നങ്ങളും
കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണുമ്പോൾ മാത്രം ഒരുപാട് മെലിഞ്ഞിട്ട് ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവൾക്ക് എന്തോ സുഖമായിട്ടുണ്ട്. അത്രയ്ക്ക് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു 8 kg വരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അത്ര കുറഞ്ഞിട്ട് തീരെ ഇപ്പൊ ഉള്ളതിനുണ്ട്. ഇപ്പൊ ഉള്ളതിൽ 8 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നും കൂടെ നല്ല ഇപ്പം കറക്റ്റ് ആണ്. ഇപ്പൊ കറക്റ്റ് ആണ്. നല്ല കുറവായിരുന്നു. അപ്പൊ ആൾക്കാരൊക്കെ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാ ഇതിന് ചെയ്യാൻ പോകുന്നത്, ഇത് വേണ്ട, നീക്ക് അത് വിട്, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് എൻ്റെ സ്കാനിങ് ചെയ്ത ഡോക്ടർക്ക് അതിശയായിട്ടുണ്ട്, ഇതെങ്ങനെ ഇത്ര വേഗം കുറഞ്ഞത്, എന്ത് ട്രീറ്റ്മെന്റ് എന്ന് ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്തു നിങ്ങളെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്കാനിങ്ങിൽ. ഇപ്പൊ അലോപ്പതി ഡോക്ടേഴ്സിലെ കൂട്ടത്തിൽ ചില ആൾക്കാർ നമ്മളോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ മക്കള് അലോപ്പതി ഡോക്ടേഴ്സ് ആയ MBBS ആയിട്ടുള്ള ഡോക്ടേഴ്സിലെ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കും. അത് വളരെ ദിശ പറയാം, അത് ഭയങ്കര പ്ലസ് അതായത് 8 കിലോ കുറഞ്ഞെന്ന് പറയുമ്പോൾ ശരിക്കും വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് ഓൾറെഡി മെലിഞ്ഞിരിക്കുന്ന ഒരാൾ വീണ്ടും 8 കിലോ കുറയാന്ന് പറയുമ്പോൾ കാണുന്നവരൊക്കെ എന്തായാലും പറയും, എന്താ എനിക്ക് വേറെ എവിടെയും പോയി വേറെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പറഞ്ഞ സ്വാഭാവികമാണ്. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ജീവിച്ച ഒരു ജീവിത ശൈലിയല്ല, ജീവിതശൈലി ടോട്ടലി ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട്. കാരണം ഉറക്കം, ഭക്ഷണം, അല്ലെ, നമ്മുടെ ജീവിതശൈലികളെല്ലാം ഒന്ന് സിസ്റ്റമാറ്റിക്കലി ആവും. അതിൻ്റെ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഒരു 8 കിലോ കുറഞ്ഞ ശേഷം പൂർണ്ണമായിട്ട് മൂപ്പറുടെ രോഗലക്ഷണങ്ങളൊക്കെ പോയി. അതിനുശേഷമാണ് ഗ്രാജുവലി മൂപ്പർ വീണ്ടും ആദ്യത്തെ അതേ വെയിറ്റിലേക്ക് എത്തിച്ചേർന്നത്. അല്ലെ, ഇപ്പോൾ എത്ര വെയിറ്റ് ഉണ്ട്? 54. അപ്പോൾ ആദ്യത്തെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള വെയിറ്റ് എത്രയായിരുന്നു? തുടങ്ങുമ്പോൾ 54 ആയിരുന്നു. അതിന്റെ ശേഷം നല്ലോണം കുറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അതേ വെയിറ്റിലുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ മനസ്സിലാവും, ഇപ്പൊ കുറച്ച് കൂടിയാല് ഞാൻ ഇനി വെയിറ്റ് കൂടുന്നു വേണ്ട, പത്യ ചെയ്യാ, അങ്ങനൊക്കെ ഞാൻ വിചാരിക്കും. ആൾക്കാരെ പറയും, ഇപ്പോഴും പറയും മെലിഞ്ഞിട്ടുണ്ട് എന്ന്. പക്ഷെ എനിക്കിനി വെയിറ്റ് കൂടുന്നത് വേണ്ട, ഇതേ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഡോക്ടർ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തോണ്ട് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും പറ്റുന്നുണ്ട്. വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് രോഗലക്ഷണങ്ങൾ രോഗങ്ങൾ എനിക്കും അതേപോലെ തന്നെ. നിങ്ങളിപ്പോ വേറൊരു വലിയൊരു പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ തടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോ മെലിഞ്ഞിരിക്കുന്ന അവസ്ഥ, നിങ്ങൾ ചിലപ്പം പഴയ ലൂസായിട്ടുള്ള ചുരിദാർ ഇടുക. അപ്പൊ പിന്നെ അയ്യോ എന്താണോ എല്ലാം ക്ഷീണിച്ചിട്ട് ആൾക്കാർ പറഞ്ഞ സ്വാഭാവികമാണ്. നമ്മുടെ കോസ്റ്റ്യൂം, അത് എൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നതാണ്. നമ്മളിപ്പോൾ ദിശക്ക് ഡ്രസ്സ് എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്യും. ദിശ പഴയ കോട്ടന്റെ ചുരിദാർ ഇങ്ങനെ ഇട്ടിട്ട് പ്രേം നടക്കുന്നത്. അപ്പൊ ഞാൻ പറയും, അല്ല മീൻസ് കല്യാണം കഴിഞ്ഞ സമയത്ത്, കല്യാണത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, എനിക്ക് അറിയില്ല, നമ്മളെ കാണണം. അപ്പൊ ഞാനിങ്ങനെ ഉദ്ദേശിച്ചു, ഈശ്വര ഇതൊന്നും അല്ല, നമ്മൾ ദുബായിൽ നിന്ന് ഒരുപാട് ആൾക്കാരെല്ലാം കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഞാനിവർക്ക് ചൂസ് ചെയ്ത് സ്കിൻ ഫിറ്റ് ജീൻസും ചെറിയ ഷോർട്സ് എല്ലാം ഇടും, മീൻസ് ടീഷർട്സ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് ആൾ മാറി. ഇപ്പം ഞാൻ ടീച്ചറെ കുറിച്ച് ടീച്ചറെ വേറെ സൈഡ് ചെയ്തേ കണ്ടിട്ടുള്ളൂ. പ്രായം ഇതൊന്നും നമുക്ക് സബ്ജക്റ്റ് ആക്കി എടുക്കരുത്. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം, നല്ലൊരു പാൻറ്റും ഒരു ടീഷർട്ടും ടോപ്പ് പോലത്തെ ഇത്രയുള്ള ടോപ്പ് ഇട്ടാലും മതി. അതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇടലുണ്ടാവേ, നമ്മൾ അത് ഇടുമ്പോൾ അങ്ങനെ പറയില്ല ആൾക്കാർ. നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൂടും. സാരി മോശം എന്നെല്ലാം പറഞ്ഞു, നമ്മൾ പറയാം ലൂസ് ചുരിദാറിൽ ഇടുമ്പോൾ അങ്ങനെ പറയാൻ സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയും. അപ്പോൾ ഡ്രസ് സെൻസ് എന്നുള്ള സംഭവം ഇതിലുണ്ട്. ഞാൻ വേറൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, നല്ല സുന്ദരിയായ ഒരു സ്ത്രീയാണ്, നല്ല തടിയിലുണ്ടായിരുന്നു. വരുന്ന സമയത്ത് ദിശേനെടുത്ത് പിന്നെ കാണുമ്പോൾ ഇവർ ക്ഷീണിച്ചിട്ട് നല്ല സൗന്ദര്യമുള്ള സ്ത്രീയാണ്. അപ്പം ഞാൻ ചോദിച്ചല്ല ദിശ, ഇതിപ്പോൾ നാട്ടുകാർ കണ്ട എന്തായാലും പറയുമല്ലോ. അതുപോലെ കോൺഫിഡൻസ്, പക്ഷെ ഓല റെഡിയാണ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ, ഓല ബുദ്ധിമുട്ട് ഒരിക്കലും അറിഞ്ഞോളൂ. പക്ഷെ ഞാൻ അതിൻ്റെ കൂടി ഇതുകൂടെ പറഞ്ഞു കൊടുക്കണം എപ്പോഴും പറയും. കാരണം വെച്ചാൽ അവരെ പണ്ട് ട്രീറ്റ്മെന്റ് വരുമ്പോഴത്തെ അതേ സൈസുകളുടെ ചുരിദാർ എപ്പോഴും എടുക്കും. നിങ്ങൾ പറയാം 8 കിലോ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതൊന്ന് ടൈറ്റാക്കൊല്ലും വേണ്ടേ. അപ്പോൾ പിന്നീട് നമ്മളിത് പറഞ്ഞതിന് ശേഷം ഞാൻ അവരെ കണ്ട, ശരിക്കും പറയാൻ വെച്ചാൽ ഒരിക്കലും ഒരു 10-20 വയസ്സ് കുറഞ്ഞു, ശരിക്കും ഒരു ടീനേജ് പെണ്ണായി മാറി. സീരിയസ് പറയുന്നത്. കാരണം ആ കോസ്റ്റ്യൂമെല്ലാം മാറ്റി ബ്ലൗസ് എല്ലാം ടൈറ്റ് ആക്കി പുതിയ അടിപൊളി അന്നേരത്തെ സൈസിലൊരു ഡ്രസ്സ് തയ്പ്പിച്ചപ്പോൾ ആളാകെ മാറി, ബോഡി ഷേപ്പ് സാധനമൊക്കെ ഇട്ടപ്പോൾ. അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ മെലിയുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ നമ്മൾ മെല്ലെ മെല്ലെ ഡ്രസ്സ് ഒന്ന് മാറ്റിക്കണം. അത് ശരി തന്നെ. എന്നോ എൻ്റെ കയ്യിൽ എല്ലാ സൈസിന്റെ ഡ്രസ്സ് ഉണ്ട്. കാരണം ഞാൻ നല്ല ഇപ്പൊ 54 kg ആണെങ്കിൽ പണ്ട് കാണുമ്പോൾ തടി കുറച്ച് കൂടുതൽ കണ്ടോണ്ടുണ്ടായിരുന്നു നല്ല. ഇപ്പൊ അതേ വെയിറ്റ്, പക്ഷെ അത്ര കാണുന്നില്ല. ചിലപ്പോ വേണ്ടത്തെ കൊളസ്ട്രോൾ ഒക്കെ പോയിട്ടുണ്ടാവും, ഫാറ്റൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ എൻ്റെ എല്ലാ സൈസ് M, S, XS വരെ ഞാൻ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെ ഞാൻ മെലിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോ പിന്നെ വേണ്ട, ഇതേ മതി അങ്ങനെ ഡ്രസ്സ്. പിന്നെ എന്റെ പ്രൊഫഷൻ ഇതേ ഡ്രസ്സ് ആയതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് അറിയാം. ഞാൻ പറഞ്ഞത് നമ്മളത് മനസ്സിലാക്കണം. ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ചിന്തയേ ഇല്ല. ഞാനൊക്കെ പഴയ സൈസുള്ള ചുറ്റാട്ട് പണ്ട് പറഞ്ഞ സങ്കടമായി, എനിക്ക് സങ്കടമായി. അപ്പൊ പിന്നെ നാട്ടുകാർ കാര്യം പറയണോ? അപ്പൊ അവരൊന്നും അതിൽ ശ്രദ്ധിക്കുന്നില്ല, അവർ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നു. പിന്നീട് അവരെ ഡ്രസ്സ് മാറിയപ്പോ ഞാൻ ആ സമയത്ത് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ വേറെ ഒന്നും വേണ്ട, ഒന്ന് ശരിയായി
നന്നായാ മതി. അതാണ് കിടന്ന് നോക്കണം. നമ്മൾ അസുഖമായിട്ട് കിടക്കുന്നതിന്റെ എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ്. വായിലെ നാവുകൊണ്ട് പറയാൻ പോലെ അല്ല. അത് അനുഭവിച്ചവർക്കേ അറിയാം. അപ്പൊ ആ സൗന്ദര്യത്തെ കുറിച്ച് യാതൊരു ചിന്ത ഉണ്ടാവില്ല. അതൊന്നും ഞങ്ങൾ ചിന്തിക്കാനേ പോയില്ല ആ സമയത്ത്. നമ്മളിപ്പോ വീഡിയോയുടെ താഴെ തന്നെ ഇപ്പൊ നമ്മൾ പറയുന്നതൊക്കെ താഴത്ത് നെഗറ്റീവ് കമന്റ് ഇടും. ഞങ്ങളെ പല വീഡിയോ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ ഞങ്ങളെ മുമ്പിലിരിക്കുന്ന നിങ്ങളിപ്പം പറഞ്ഞ പോയിന്റിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ ശരിയാക്കാം. ഇപ്പം ഞങ്ങളുള്ളത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് തള്ളായിട്ട് തോന്നും, ഇത് ഭയങ്കര തള്ളാണല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ വലിയ വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് വെറുതെ നമ്മളിപ്പോൾ പല ആൾക്കാർ പോകുന്ന ആൾക്കാരെ വന്ന് നിർപ്പിച്ച് പറയുന്നതല്ല. ഒരു പൊസിഷനിൽ ആൾക്കാർ അവർക്ക് ജെനുവിൻ അല്ലാത്ത കാര്യങ്ങൾ പറയില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഡോക്ടർ ഫസ്റ്റ് ടൈം നമ്മൾ ട്രീറ്റ്മെന്റ് വന്നപ്പോൾ പറഞ്ഞിരുന്നു ഡെയിലി എനിക്ക് അപ്ഡേറ്റ് ചെയ്യണോ, മെസ്സേജ് ചെയ്യണോ, ഇല്ലെങ്കിൽ കോൾ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തപ്പോൾ ഡെയിലി പറയാനുള്ളത് എന്തുണ്ടാവും. ഞാൻ അവരോട് തന്നെ ചോദിച്ചു, അത് നിങ്ങൾക്ക് പിന്നെ പിന്നെ മനസ്സിലാവുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഡെയിലി മെസ്സേജ് ചെയ്യുന്നു. പിന്നെ അവർ വന്നപ്പോൾ എപ്പോഴും പറയും നിങ്ങൾ എന്തുണ്ടെങ്കിലും വിളിച്ചോ. എനിക്ക് തന്നെ വിളിക്കാൻ ഒരു മടിയാണ്. പറഞ്ഞാൽ ഡോക്ടർ ഇത്രയൊക്കെ ഒരു തിരക്കുള്ള ആളാണ്, എങ്ങനെ വിളിക്കുമോ, എങ്ങനെ സംസാരിക്കുമോ, ഇങ്ങനെയൊക്കെ എനിക്കൊരു മടിയുണ്ട്. പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്തു എല്ലാവർക്കും. എൻ്റെ ചേച്ചിക്ക്, അമ്മയ്ക്ക്, അച്ഛന്, ചേച്ചിയുടെ മോള്, എൻ്റെ മോന് എല്ലാവർക്കും ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏട്ടൻ്റെ ഭാര്യയ്ക്ക് എല്ലാം ചെയ്തിരുന്നു. ഏട്ടൻ്റെ ഭാര്യൻ്റെത് മാത്രം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ചില കാരണം കൊണ്ട്. അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. അപ്പം ആരെ കാര്യം ഉണ്ടെങ്കിൽ അധികമായിട്ട് ഞാൻ തന്നെ വിളിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ ഡോക്ടർ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഡോക്ടർ എനി ടൈം വിളിച്ചാലും അവർ ഒരു റെസ്പോൺസ് ചെയ്യും. അതൊരു വലിയ കാര്യം. നമുക്ക് ആടെ ഇരുന്നിട്ട് ഡോക്ടറെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമാണ്. അതല്ലാതെ ഞാൻ ഒരു സമയത്ത് എൻ്റെ മോന് രാത്രി ഭയങ്കര പനിയാണ്, 12 മണിക്ക്. അപ്പോൾ ആ സമയത്ത് വരും ഡോക്ടർ ഒന്നും ദേഷ്യപ്പെട്ടില്ല, നന്നായിട്ട് എന്നോട് സംസാരിച്ചു, പിന്നെ എന്നെ സമാധാനിപ്പിച്ചു. ആ സമയത്ത് മോൻ അത്ര സുഖമില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പനി വരും. അത് ഭയങ്കര ഇങ്ങനെ പേടിച്ച് വരക്കുന്ന പോലത്തെ ഒരു പനിയാണ്. എന്നാലും എല്ലാ സമയത്തും നമ്മൾ വിളിക്കുമ്പോൾ ഡോക്ടർ നന്നായിട്ട് റെസ്പോൺസ് ചെയ്യും. അതുകൊണ്ട് ഡോക്ടറിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അല്ല, അത് ഞാൻ വേറൊരു പോയിന്റിലേക്ക് വരാം. അപ്പം വിളിക്കാതെല്ലാം പറയുന്നത് ഞങ്ങളുടെ ഫാമിലി എല്ലാത്തിലും ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഞാനൊരു കാര്യം പറയാം. ഇപ്പം സരിത ടീച്ചർ 1 വർഷത്തേക്കാണ് ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് വന്നത്. ഇപ്പോൾ 1 വർഷത്തേക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഇപ്പം 4 വർഷമായിട്ടും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നുണ്ട്. ഞങ്ങളൊരു ഫീസ് ഓറിയന്റഡ് ആയിട്ടുള്ള സർവീസ് അല്ല അത്. ഒരു വർഷത്തേക്കുള്ള ഞങ്ങളൊരു ഫീസാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സരിത ടീച്ചർ ഞങ്ങളുടെ ദിശ ആയുർവേദയുടെ ബ്രാൻഡ് അംബാസഡർ ആവാൻ അർഹതയുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ പേഷ്യൻസ് എല്ലാവരോടും പറയും, ഞങ്ങൾ 1 വർഷത്തേക്കോ 6 മാസമോ എത്രയാണോ ഡ്യൂറേഷൻ കഴിഞ്ഞാലും ഞങ്ങളെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സപ്പ് ചെയ്യണം, ഞങ്ങൾ വിളിക്കണം എന്ന് പറയും. വിളിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, വിളിക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത കാര്യം പറയാം. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ നമ്മളെടുത്തുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിളിച്ചോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഈ പല പേഷ്യൻസ് പറഞ്ഞാൽ 1 വർഷമാണ്, 1 വർഷം കഴിഞ്ഞാൽ പിന്നെ വിളിക്കൂല, പിന്നെ ഇപ്പം വിളിച്ച ഡോക്ടർ എന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നത് എപ്പോഴും ഞങ്ങളുടെ പേഷ്യൻസിന് പറയുന്നത് എനി ടൈം നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, വീട്ടിൽ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യണം. ഞാൻ മുമ്പ് പറഞ്ഞ പല പേഷ്യൻസ് പറഞ്ഞിട്ട് ഒരു അന്നേരം പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ട് വീണ്ടും നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്ത ബോഡിയെ വീണ്ടും മരുന്നുകൾ കഴിച്ചിട്ട് വീണ്ടും അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞത് നമുക്ക് അന്നേരം ഫീസൊന്നും വേണ്ട. ഞങ്ങൾ ഇപ്പോഴും ഒരു പേഷ്യന്റ് വരുമ്പോൾ ഫസ്റ്റ് കൺസൾട്ടേഷൻ 2-3 കൺസൾട്ടേഷൻ നടത്തുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫീസിലേക്ക് പോകുന്നുള്ളൂ. അതുവരെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തരിക, അത് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. അപ്പോൾ അതേപോലെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ പ്രശ്നം വന്നിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നതിന് പകരം നമ്മളെ വിളിച്ചാൽ നിങ്ങളെ വീട്ടിൽ തന്നെ ഞങ്ങൾ പറയുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് ദിശ കൊറിയർ അയച്ചു ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അവിടെ തീരും. പിന്നെ നമ്മൾ വേറൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് വീണ്ടും അങ്ങനത്തെ മരുന്നുകൾ കുത്തി കയറ്റുമ്പോൾ നമുക്കൊരു മാനസിക പ്രശ്നം. അപ്പോൾ നമ്മളെ ഈ പേഷ്യൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ടൈം കഴിഞ്ഞാലൊന്നും നമുക്ക് വിഷയമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ദിശ എനി ടൈം കോൺടാക്ട് ചെയ്യണം. ഞങ്ങളുടെ ഡ്യൂട്ടി അതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എനി ടൈം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചില പേഷ്യൻസ് അങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും പനിയൊക്കെ ആയിട്ട് നമ്മൾ വിളിക്കാൻ വേണ്ടിയായിട്ട് വേറെ ഡോക്ടറെ കാണിക്കും. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറെ കഴിഞ്ഞ് രക്ഷയില്ലാതാകുമ്പോൾ വിളിക്കും. ഞാൻ ചോദിച്ചിട്ട് എന്തുണ്ടെങ്കിലും ഇപ്പൊ ഇതിന്റെ റിലേറ്റഡ് അല്ലാത്ത ചില പ്രശ്നങ്ങൾക്കും ഞാൻ ഡോക്ടറെ വിളിക്കും. എന്തുണ്ടെങ്കിലും ഇതുവരെ ഞങ്ങൾ അതിന്റെ ശേഷം ഒരു പാരസിറ്റമോൾ പോലും ഞങ്ങൾ കഴിക്കുന്നില്ല. ഒരു പനി വന്നാല് ഡോക്ടറിന്റെ തന്നെ പാരസെറ്റമോൾ കഴിക്കാണ്ടും നിങ്ങൾക്ക് പനി മാറുന്നുണ്ട്. അതായത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളിലൂടെ ആ പനി ഒരു മരുന്നും കഴിക്കാതെ തന്നെ അത് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർക്ക് മനസ്സിലായത് കൊണ്ടാണ്, പൂർണ്ണമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ടീച്ചർ അത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് അത് പൂർണ്ണമായി മനസ്സിലാകാത്തതുകൊണ്ടാണ് പിന്നെ ഇനിയിപ്പോൾ എന്താ ഈ അതുപോലെ സീരിയസ് കേസായിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. പിന്നെ പറയും ഡോക്ടറോട് പറയാൻ മടിയുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ, അഥവാ ഡോക്ടർ ഫോൺ എടുത്തിട്ടില്ല എങ്കിൽ അത് തിരിച്ചു വിളിക്കും.
അല്ലെങ്കിൽ വാട്സാപ്പിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്യും, ഒരു കോൾ എടുത്തിട്ട് ഒരു പേഷ്യന്റ് കൺസൾട്ടേഷൻ ആയിരിക്കാം, എന്തെങ്കിലും തിരക്കായിരിക്കാം, അപ്പൊ തിരിച്ചു വിളിക്കും. ഇന്ന് വരെ ഒരു പേഷ്യന്റ് നമ്മൾ തിരിച്ചു വിളിക്കാത്തതായിട്ടില്ല ഇതുവരെ. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് വാട്സപ്പ് ചെയ്യും, അപ്പോൾ വാട്സപ്പിലൂടെ റിപ്ലൈ കൊടുക്കും. ഞാനൊരു ടീച്ചർ, അപ്പൊ എന്റെ ക്ലാസ്സിന്റെ ഉള്ള കുട്ടികൾ വിളിച്ചാല് പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യാൻ ചിലപ്പോ എനിക്ക് പറ്റുന്നില്ലായിരിക്കും. പക്ഷേ ഡോക്ടർ എങ്ങനെ മാനേജ് ചെയ്യുന്നു എനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ നടക്കില്ലല്ലോ. അല്ല, സത്യമായിട്ട് അത് ഒരു വലിയ കാര്യം. ഞങ്ങൾക്ക് പറഞ്ഞാല് ഞാൻ വൈകുന്നേരം വന്നിട്ട് അവിടെ ബാഗ് വെച്ചാലും മൊബൈൽ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ചില ജോലിയെല്ലാം കഴിഞ്ഞിട്ടേ ബാഗ് നോക്കും, അപ്പൊ മൊബൈൽ നോക്കും. അപ്പൊ ചിലപ്പോ പേരൻസ് ഒക്കെ വിളിച്ചിട്ടുണ്ടാവും, പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കും. പക്ഷെ ഡോക്ടർ അങ്ങനല്ല, എപ്പോ ഒരു മെസ്സേജ് ചെയ്താലോ അപ്പൊ റിപ്ലൈ വരും. എങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. ഞങ്ങളൊരു ഡിസിഷൻ ആയിരുന്നു. ഞാൻ ദുബായിൽ നാട്ടിലേക്ക് സെറ്റിൽ ആകുന്ന സമയത്ത് നമ്മളൊരു ഡിസിഷൻ ഉണ്ട്. ഈ പ്രൊഫഷനിൽ നമ്മൾ 24 hours ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുറത്ത് ഞങ്ങൾ സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഒരു ഷട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ പോയി കുത്തിരിക്കണ്ടേ? അത് എനിക്കും കൈയല്ല, എനിക്കും എൻ്റെതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശം എന്താ വെച്ചാൽ നമുക്ക് 24 hours നമ്മുടെ വീട് തന്നെ, ഇപ്പോൾ നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. അതായത് ഞങ്ങളുടെ വീട് തന്നെ ക്ലിനിക്ക് നമ്മൾ ക്ലിനിക്ക് ആക്കാനുള്ള ഉദ്ദേശം എടുത്തതായിരുന്നു. അത് നമ്മൾ ക്ലിനിക്ക് ആക്കേണ്ട ലൈസൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ദിശയ്ക്ക് രാവിലെ ഇവിടെ നിന്ന് പോവാം, അവിടെ പോയി അവിടെ പഠനവും കാര്യങ്ങളും, ഇവിടെ ആകുമ്പോൾ പിള്ളേരും കാര്യങ്ങളും പഠിത്തവും കാര്യങ്ങളും നടക്കില്ല. അപ്പം അവിടെ നിന്നാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം കിട്ടും. അപ്പം അങ്ങനെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ എൻ്റെ ಪರಿಪಾಡಿ ನಡೆದುಕೊಂಡಿರುತ್ತದೆ. ಈ ಮೆನ್ಸಸ್ಸಿನ ಸಮಸ್ಯೆ ಇರುವಾಗ ಮಂಗಳೂರಿನ ಕೆಲವು ಪ್ರತಿಷ್ಠಿತ ಡಾಕ್ಟರ್ಸ್ಗಳನ್ನೆಲ್ಲ ಕಂಡಿದ್ದೇನೆ, ಗೈನಕಾಲಜಿಸ್ಟ್. ಅವರು ಯಾವಾಗ ನಾವು ಹೋದರೂ ಕೂಡ ಅವರಿಗೆ ಇದೊಂದು ದೊಡ್ಡ ಸಮಸ್ಯೆ ಅಲ್ಲ. ಅವರು ಹೇಳೋದು ಏನಂತ ಹೇಳಿದ್ರೆ, ಅದು ಸಾಧಾರಣ ಎಲ್ಲರಿಗೂ ಇರುವುದು. ನಾವು ಇದರ ಬಗ್ಗೆ, ಇದರ ತೀವ್ರತೆಯ ಬಗ್ಗೆ ಎಷ್ಟು ಹೇಳಿದರೂ ಕೂಡ ಡಾಕ್ಟರ್ಗಳು ಯಾವತ್ತೂ ಕೂಡ ಅದನ್ನು ದೊಡ್ಡ ಸೀರಿಯಸ್ ಆಗಿ ತಗೊಳ್ಳಿಲ್ಲ. ಈಗಿನ ಜನರಿಗೆ ಸಾಮಾನ್ಯವಾಗಿರುವ ಒಂದು ಸಮಸ್ಯೆ ಅಂತೇಳಿ ಮಾತ್ರ ಇದನ್ನು ಹೇಳಿದ್ದಾರೆ ಹೊರತು ಅದರಿಂದ ಏನು ದೊಡ್ಡ ಸಮಸ್ಯೆ ಇಲ್ಲ. ಅಂದರೆ ಈಗ ಎಲ್ಲಿಯವರೆಗೆ ಡಾಕ್ಟರ್ಸ್ ತಲುಪಿದ್ದಾರೆ ಹೇಳಿದರೆ, ಏನು ನಮ್ಮ ಯೂಟ್ರಸ್ನ ಸಮಸ್ಯೆ ಬಂದಾಗ ಒಂದು 40 ವರ್ಷ ಕಳೆಯುವಾಗ ಯೂಟ್ರಸ್ ತೆಗೆದು ಬಿಡುವಷ್ಟರವರೆಗೆ ಅದೊಂದು ಕಾಮನ್ ಆಗಿ ಬಿಟ್ಟಿದೆ. ಹಾಗಾಗಿ ಇದು ದೊಡ್ಡ ಸಮಸ್ಯೆ ಅಲ್ಲ. ನೀವು ಸ್ವಲ್ಪ ಸಮಯ ಇದು ಒಂದು ಪೇನ್ ಕಿಲ್ಲರ್ ತಗೊಳ್ಳಿ. ಪೇನ್ ಕಿಲ್ಲರ್ ತಿನ್ನೋದಿಲ್ಲ ಅಂತೇಳಿ ನಾನು ಆದಷ್ಟು ಅದನ್ನು ಮುಂದೆ ಹಾಕ್ತಾ ಇದ್ದೆ. ಪೇನ್ ಕಿಲ್ಲರ್ ತಗೊಂಡು ನಾವು ಹೊಟ್ಟೆ ನೋವನ್ನು ಕಡಿಮೆ ಮಾಡಿ ಏನು ಇದು ಅದರಿಂದ ಪರಿಹಾರ ಸಿಗುವುದಿಲ್ಲ ಅಂತೇಳಿ ನಾನು ಪೇನ್ ಕಿಲ್ಲರ್ ತಿನ್ನದೇ ನೋಡ್ತಾ ಇದ್ದೆ. ಮಾತ್ರ ಅಷ್ಟೊಂದು ತೀವ್ರತೆ ತಡಿಲಿಕ್ಕೆ ಕೂಡದ ಸಮಯದಲ್ಲಿ ಮಾತ್ರ ನಾನು ಪೇನ್ ಕಿಲ್ಲರ್ ತಿಂತಾ ಇದ್ದೆ. ಆ ಸಂದರ್ಭದಲ್ಲಿ ಎಷ್ಟು ಡಾಕ್ಟರ್ ಹತ್ರ ಹೋದರೂ ಕೂಡ ಅವರಿಗೆ ಇದೊಂದು ದೊಡ್ಡ ಸಮಸ್ಯೆ ಅಲ್ಲ. ಅದೇ ರೀತಿಯಾಗಿ ನಮಗೆ ಮಗುವಾದದ್ದು ಲೇಟ್ 5 ವರ್ಷ ಆಗಿದೆ. ಆ ಸಂದರ್ಭದಲ್ಲಿ ಹೋದಾಗ ಕೂಡ ಕೆಲವು ಟೆಸ್ಟ್ ಮಾಡಿದ್ದೇವೆ, ಯಾರು ಕೂಡ ಇದನ್ನೊಂದು ದೊಡ್ಡ ಸಮಸ್ಯೆ ಆಗಿ ತಗೊಳ್ಳಿಲ್ಲ. ಆಗ್ತದೆ, ಏನೋ ದೊಡ್ಡ സമസ്യ ഇല്ല ಅಂತೇಳಿ ಹೇಳಿ. ഇത് നേരത്തെ പറഞ്ഞ ഒരു കട്ട് വർഷ മതി. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ എനിക്ക്. ഞാൻ പറയണം ഇതൊന്നും അതിന്റെ ഒരു അല്ല. ഞാൻ ഒരുപാട് പറഞ്ഞില്ലേ, ഞാനത് നേരത്തെ പറഞ്ഞ കട്ട് അത് പറയുമ്പോൾ ഭയങ്കര നാച്ചുറൽ. അവതാരകൻ എന്ന നിലയിലും പേഷ്യന്റ് എന്ന നിലയിലും പേഷ്യന്റെ ഹസ്ബൻഡ് എന്ന രീതിയിലും ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഇതിനൊക്കെ കേൾക്കാൻ താല്പര്യം അത് തന്നെയായിരിക്കും. ഒരു ഡോക്ടറുടെ ഭാഷയിൽ കേൾക്കുമ്പോൾ നമുക്ക് ആർക്കും അതൊന്നും കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. എന്തായാലും ദിശ ഡോക്ടർക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് നോക്കാം. പറയൂ മോളെ. അത് തന്നെ പറയാനുള്ളത്, ഇങ്ങനെ നല്ലൊരു പേഷ്യന്റിനെ കിട്ടുക എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ ഒരു ഭാഗ്യമാണ്. തീർച്ചയായും. അപ്പൊ അങ്ങനെ ഒരു എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് ടീച്ചർ. എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. പേഷ്യൻ്റായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടുമില്ല. അപ്പം ഈ യൂട്രസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞത് നമുക്ക് സ്കാൻ ചെയ്തപ്പോൾ അതിൽ കണ്ടത് അഡിനോമയോസിസ് ആയിരുന്നു. അഡിനോമയോസിസ് ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ മോഡേൺ ട്രീറ്റ്മെൻറ്റിൽ അവർക്കുള്ളത് പെയിൻ കില്ലേഴ്സ് കഴിക്കുക മാക്സിമം, പിന്നെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യാം. അത്രയാണ് ഇപ്പോൾ അലോപ്പതി സിസ്റ്റത്തിൽ ഉള്ളത്. പക്ഷെ നമുക്കതിന് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ വേറെ ബാക്ക് പെയിന്, കാലുവേദന അതൊക്കെ പറഞ്ഞത് നമ്മൾ MRI സ്കാൻ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 സ്ഥലങ്ങളിൽ ഡിസ്കിന് ബൾജ്. അഡിനോമയോസിസ് എന്ന് പറയുന്ന പ്രോബ്ലം ആയിരുന്നു ഇവർക്ക് ആക്ച്വലി ഉണ്ടായിരുന്നത്. അത് സ്കാനിങ്ങിൽ തന്നെ നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ മോഡേൺ ടെക്നോളജിയെ നമ്മൾ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലംസ് പൂർണ്ണമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആയുർവേദപരമായിട്ട് ലക്ഷണങ്ങൾ നോക്കിയിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. പക്ഷേ അതുള്ളത് കൊണ്ട് നമ്മൾ പേഷ്യൻറ്റിനെയും കൂടി ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട്. പിന്നെ റിപ്പീറ്റഡ് സ്കാനിങ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അത് അസുഖം മാറി നോർമലായെങ്കിൽ പേഷ്യന്റിന് ലക്ഷണങ്ങൾ മാറുന്നതിനോട് കൂടെ തന്നെ സ്കാനിങ്ങിലും അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മൾ ആരെയും കുറ്റം പറയുന്നുള്ള നമ്മൾ
എല്ലാത്തിനും പൂർണ്ണമായും ആയുർവേദം തള്ളി പറയുന്ന അലോപ്പതി ഡോക്ടേഴ്സിനെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അവർ ഇതും കൂടെ മനസ്സിലാക്കണമെന്നേ പറയാനുള്ളൂ. നമ്മൾ ആയുർവേദത്തെ തള്ളി പറയാൻ പാടില്ല, എല്ലാത്തിലും നല്ല നല്ല കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക അല്ലേ? അത് ആയുർവേദത്തിനെ തള്ളി പറയുന്ന കൂടുതലും കാരണം ആയുർവേദത്തിനോടുള്ള എതിർപ്പല്ല, അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അതിനെ പല തെറ്റുകളും ചെയ്തിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പേഷ്യൻസിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ആ രോഗികൾ അലോപ്പതി സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അവർ ആയുർവേദത്തിന് കുറ്റം പറയുന്നത്. പറഞ്ഞോട്ടെ, കാരണം വെച്ചാൽ ആയുർവേദത്തെ തള്ളി പറയുന്നത് വെറുതെ അല്ല, ഒരിക്കലും അവരെ കുറ്റവും ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ ആയുർവേദത്തിൽ വലിയൊരു ശതമാനം ഡോക്ടേഴ്സും ചെയ്യുന്നത് കച്ചവടവൽക്കരിക്കുന്നത്. ഓക്കെ, എല്ലാവരും കച്ചവടവൽക്കരിക്കുന്നുണ്ടാവും. നമ്മൾ കച്ചവടം ചെയ്യുകയും ചെയ്യും, അതിന് മുകളിൽ പിന്നെ അതിൻ്റെ ഒരു ശരീരത്തിന് പറ്റാത്ത കാര്യങ്ങളോട് ചെയ്ത് അവരെ പൂർണ്ണമായും താഴേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല ആൾക്കാരും പല പ്രശ്നങ്ങളും പെട്ടിട്ടുമുണ്ട്, അലോപ്പതിയിലുണ്ട്. ഫസ്റ്റ് അലോപ്പതി ഡോക്ടർ അടുത്ത് പോകുമ്പോൾ ചോദിക്കും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ? ആ ഒരു ചോദ്യം തന്നെ. അപ്പോൾ ഇനിയുള്ള എല്ലാ പ്രശ്നവും നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് എടുത്തോണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഇതിനു മുമ്പേ എടുത്തിട്ടുണ്ടാവില്ലേ? അന്നേരമുള്ള ഒരു അനുഭവം ഒന്ന് പറയാൻ പറ്റും? ഞാൻ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, വയറുവേദന തന്നെ. അപ്പോൾ കാലുവേദന ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അപ്പോൾ രണ്ടിന് വേണ്ടി ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തതാ. ഒരുപാട് ബോട്ടിലിൽ മരുന്നൊക്കെ തരും, ഒരു 10% കുറഞ്ഞിട്ടുണ്ടാവും വേദന, പക്ഷെ പൂർണ്ണമായിട്ട് കുറഞ്ഞിട്ടില്ല. അവരും അതിനെക്കുറിച്ച് അധികമായിട്ടൊന്നും പറഞ്ഞില്ല. എവറി മന്ത് പോയിട്ട് വരൂ, മെഡിസിൻ കൊണ്ടുവരും, ഓരോരോ ബോട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വീട്ടിൽ വെക്കും. അതിൽ പൂർണ്ണമായിട്ട് എനിക്ക് യാതൊരു ഗുണം കണ്ടില്ല. ഒരു 10%, കുറച്ച് കുറയുമ്പോൾ ഞങ്ങൾ വിചാരിക്കും കുറച്ച് കുറഞ്ഞെന്ന് വിചാരിക്കും. തീവ്രത കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഇത് ശരിക്കും ഇപ്പം ഡോക്ടർ ചെയ്യുന്ന പോലെ അത് എന്തുകൊണ്ട് ഇങ്ങനെ വേദന വന്നു അതിനെ കുറിച്ച് ശരിക്കും എനിക്ക് ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയില്ല. ഡോക്ടറെ അടുത്ത് വന്ന ശേഷം അതിന് വേണ്ടി കറക്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടിയത്. പിന്നെ MRI സ്കാനിങ്ങിൽ നമ്മൾ ഫൈൻഡ് ചെയ്ത കാര്യങ്ങൾ 2 സ്ഥലങ്ങളിൽ ഡിസ്ക് ബൾജ് ഉണ്ടായിരുന്നു. അത് L4 L5 ഏരിയ, പിന്നെ L5 S1 ഏരിയയിൽ. അവിടെ നെർവ് റൂട്ടിന് തിക്നെസ്സും ഉണ്ടായിരുന്നു, പിന്നെ സാക്രോ ഇലിയൈറ്റിസും ഉണ്ടായിരുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ശരിക്കും കാലുവേദനയും നടുവേദനയും ഒക്കെ വന്നത്. അപ്പം ഇൻഫ്ലമേഷൻ ഉണ്ടായിരുന്നു, CRP കൂടുതലുണ്ടായിരുന്നു, ESR കൂടുതലായിരുന്നു, അനീമിക് ആയിരുന്നു, അങ്ങനെ കുറേ ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതൊക്കെ നോർമൽ ആവുകയും ചെയ്തിട്ട്. ഇപ്പം നോക്കി പറയുന്നത് 2021 എഴുതി വെച്ച കാര്യങ്ങളാണ് കേട്ടോ. കാരണം നമ്മൾ ആദ്യം ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാ ലക്ഷണങ്ങളും എഴുതി വെക്കും, എല്ലാ റിപ്പോർട്ടും നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അത് ഇപ്പം വായിച്ചേ ഉള്ളൂ, നോക്കി വായിക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കാം. അല്ല, അത് നമുക്ക് എല്ലാ പേഷ്യന്റിന്റെയും ബൈ ഹാർട്ട് ഉണ്ടാവണമെന്നില്ലല്ലോ എന്തൊക്കെയാ കണ്ടീഷൻ. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഫയൽ നോക്കി എഴുതിയെടുത്തതാണ്. പിന്നെ നമ്മൾ കൊടുത്ത ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ആയുർവേദിക്, നമ്മൾ ക്ലാസിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് മെഡിസിൻ കൊടുത്തത്. പിന്നെ ഡയറ്റ് മോഡിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ട്രാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ട്രാക്ഷൻ ചെയ്തത്. പിന്നെ കപ്പിംഗ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഫിസിയോതെറാപ്പി എക്സസൈസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആവശ്യമുള്ള ഘട്ടത്തിൽ ആ ഒരു പീരീഡിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അത് കണ്ടിന്യൂ ചെയ്യാനൊന്നുമില്ല. മെഡിറ്റേഷൻ കൊടുത്തിട്ടില്ല, വേണ്ടെന്ന് തോന്നി. അതെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ നമുക്ക് വേണമെന്ന് തോന്നുന്ന ആൾക്കാർക്കാണ് കൊടുക്കാറുള്ളത്. അപ്പൊ ഒരു മെന്റലി ഉള്ളത് ഈ ഒരു ട്രീറ്റ്മെന്റിൽ കൂടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് 90% സാറ്റിസ്ഫൈഡ് ആൾക്കാർ ജസ്റ്റ് ആ ഒരു അവസാന ഘട്ടത്തിൽ ഒരു മെഡിറ്റേഷൻ കൊടുക്കുമ്പോഴത്തേക്കും 100% എത്തിയ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അന്നേരം നമ്മൾ പുറത്തുള്ള ഒരാളാണല്ലോ ഈ മേഖലയിൽ ഇല്ലാത്ത ആളല്ല. അപ്പോൾ അത് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി, ഭയങ്കര ഹാപ്പിയായി അവർ. ഇത് അത് ശരീരത്തിലേക്ക് ആവശ്യം വന്നിട്ടില്ല, കാരണം മെന്റലി മുമ്പൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല. മെന്റലി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. പേഴ്സണൽ കാര്യം ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ടെൻഷൻ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചിലപ്പോൾ ഡോക്ടർ പറയും അത് അങ്ങനെ ആലോചിച്ച് കാര്യമില്ല, ടെൻഷൻ എടുക്കാൻ പാടില്ല, ഇങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി അത് ശരി ഡോക്ടർ പറയുന്ന കാര്യം. അപ്പം നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഡോക്ടർ സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് കാര്യവും എന്ത് പേഴ്സണൽ ആണെങ്കിലും ഡോക്ടറോട് നമുക്ക് തുറന്ന് പറയാം, അങ്ങനത്തെ ഒരു എന്താണെങ്കിലും പറയാൻ പറ്റുന്നു. അപ്പം പിന്നെ എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം ഞാൻ ടെൻഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആൾക്കാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, എന്നാലും അതന്നെ ഇങ്ങനെ തലക്ക് മെന്റലി പ്രശ്നമുള്ളവർക്കാണ് മെഡിറ്റേഷൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഗൈഡ് ചെയ്യലാണ്, നിങ്ങളെ തന്നെ ഈ ഗൈഡ് ചെയ്യുന്ന ആള് ഒന്ന് ഗൈഡ് ചെയ്ത് ഒരു കരക്ക് എത്തിക്കുന്നത്. അപ്പൊ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അത്ര അല്ലാണ്ട് നമ്മളിത് മെന്റലി ഭയങ്കര ഇഷ്യൂസ് സംഭവം ക്ലിയർ ചെയ്യുന്നതല്ല. നമുക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് റൂട്ടാക്കി വെട്ടിമാറ്റി തരുന്നതാണ്. അത്രേ ഉള്ളൂ മെഡിറ്റേഷൻ. പക്ഷെ അത് അത്രയും പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ പറയാം ലൈഫിൽ. ഈ ട്രീറ്റ്മെന്റിന്റെ കൂടെ അതുകൂടെ കൊടുക്കുമ്പോഴത്തേക്ക് അത്രയും നല്ല റിസൾട്ടേക്ക് ആൾക്കാർ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ എനിക്കുണ്ടായിരുന്നു
ഞാൻ കുറച്ച് മുമ്പേ എനിക്ക് ഈ മെഡിറ്റേഷൻ വലിയ വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എന്ത് മെഡിറ്റേഷൻ, എന്നെ നീ മെഡിറ്റേഷൻ ചെയ്യാൻ ഞാൻ അതിന് മാത്രം നീ വളർന്നോന്ന് വെച്ചു. ഞാനിപ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചു നിങ്ങളെ മെഡിറ്റേഷൻ ചെയ്തിട്ട്. ഉണ്ട്. ഞാൻ എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ലേസിയാണ്. ലേസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കുകൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ടപ്പ ചെയ്യും. എല്ലാവരും ഇങ്ങനെ ചെയ്യണോ? ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു മേഖല വെച്ചാൽ യൂട്യൂബ് സോഷ്യൽ മീഡിയയിലാണല്ലോ. അപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാൻ മൂടില്ല, ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ ദിശ എനിക്ക് എന്താണെന്ന് ചെയ്യാൻ പറ്റില്ല, ഒരു മൂഡ് ശരിയാണ്. ദിശ പറഞ്ഞാൽ ഞാൻ എന്താ പറ്റാത്തത്. അപ്പോൾ ഞാനല്ല നമുക്കൊന്ന് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ അന്ന് അതിന് എന്നെ അങ്ങനെ ഡയറക്റ്റ് ഒന്നും പറ്റില്ല. ഞാൻ ഭയങ്കര അവസാനം ഞാൻ ബേസ് എന്നാൽ പിന്നെ വീട്ടിൽ ഇവിടെ എന്തായാലും ഇരിക്കില്ല, ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിയെന്ന് വെച്ചാൽ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ചൂട് കാലത്ത് ഭയങ്കര ചൂട് പുറത്ത് പോയിട്ട് ആക്ഷൻ ഷൂട്ട് ചെയ്യാനുള്ള മടി, ചൂട് തന്നെ വല്ലാതെ ഡിസ്റ്റർബ്. ഞാനപ്പോൾ ഉച്ചയാകുമ്പോൾ ഭക്ഷണം വെച്ചിട്ട് AC പോയിട്ട് അവിടെ കുത്തിരി കിടക്കുന്നത് എനിക്ക് ഇന്നും ചെയ്യാൻ പറ്റൂല. അതെന്റെ ചിന്ത. നാളെ രാവിലെ നോക്കാം. നാളെ രാവിലെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്താണ് എന്റെ പ്രശ്നം. സംഭവം ചൂട് കാരണം എനിക്ക് ചെയ്യാൻ മടി. അപ്പൊ അത് ചൂട് നമ്മളെ വല്ലാണ്ട് സ്വാധീനിക്കുന്നു. നമ്മൾ ഈ ദുബായിലും പോയി നിന്ന് ഫുൾ ടൈം AC യിൽ നിന്നിട്ട് ശരിയായി പോയി നാട്ടിൽ വന്നപ്പോൾ നമ്മൾ ഫുൾ ടൈം AC യിലല്ലല്ലോ. അപ്പൊ ആ ഒരു മാനസികാവസ്ഥ വല്ലാതെ തന്നെ ബാധിക്കുന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ വെച്ചാൽ അപ്പൊ ചൂട് കാരണം നമ്മൾ തോറ്റെടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതൊക്കെ മനസ്സിലായി. അത്രയും എനിക്ക് മെഡിറ്റേഷൻ ഗുണം അത്. ആ ചൂട് തന്നെ തോൽപ്പിക്കാൻ നിൽക്കണം. ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു, സോഷ്യൽ മീഡിയ തന്നെ ആക്റ്റീവായി ഒന്നുകൂടെ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പോരായ്മകളും നമ്മൾ തിരിച്ചറിവുകളാണ് ഈ മെഡിറ്റേഷനിൽ നമുക്ക് കിട്ടുന്നത്. അത്രേ ഉള്ളൂ. അത് നന്നായി, നല്ല ഇതിലേക്ക് പോയത്. എന്റെ അനുഭവം അത്. USG സ്കാനിങ് ചെയ്തപ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്ന 2 പ്രശ്നങ്ങൾ, ഒന്ന് അഡിനോമയോസിസ് ആയിരുന്നു, പിന്നെ ഒന്ന് ഫാറ്റി ലിവർ ആയിരുന്നു. അത് രണ്ടും പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്തപ്പോൾ പിന്നെ ക്ലിയർ ആയിരുന്നു. 3 മാസം കഴിഞ്ഞിട്ടുള്ള സ്കാനിങ്ങിൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന 2 പേര് നമ്മളെടുത്ത് വന്നിട്ട് ഞങ്ങളൊരു റിവ്യൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഒറ്റ പ്രശ്നമേ ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ, ലാംഗ്വേജ്. കന്നഡ എനിക്ക് മലയാളം പ്രശ്നമാവുമോ? മലയാളം അങ്ങനെ നമ്മൾ പറഞ്ഞത് നമ്മളൊരു ഇൻ്റർവ്യൂ അല്ല ഇത്, നമ്മൾ കാഷ്വൽ ടോക്കിംഗ് ആണ്. നിങ്ങൾ ഏത് ഭാഷ ഉപയോഗിച്ചാലും പ്രശ്നമില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിലോ എവിടെ ഒരു പ്രശ്നമില്ലാതെ നമ്മളെടുത്ത് വന്നിട്ട് വീഡിയോ ചെയ്യാൻ കാണിച്ച മനസ്സിന്, അത് മാത്രമല്ല കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഇരുന്ന ഇദ്ദേഹത്തിനും ഈ ഇൻ്റർവ്യൂ നിൽക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് 2 പേർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. നമുക്ക് കുറേ അസുഖങ്ങൾ, നമ്മളിപ്പോൾ തലവേദന പോവും വന്നാൽ മാഡമിൻ്റെ അടുത്ത് വന്നാൽ തലവേദനത്തിന് മാത്രമേ മാഡം ട്രീറ്റ്മെൻറ്റ് മൊത്തം അത് എന്തിനാണ് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, അതാണ് മാഡമിൻ്റെ ഡയഗ്നോസ്. നമ്പർ 1 ഡയഗ്നോസ് ആണ്. അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരാഴ്ച നിങ്ങൾ സ്റ്റഡി ചെയ്യും. നിങ്ങൾ മാഡമിൻ്റെ വീട്ടിലേക്ക് വന്നാൽ മാഡമിൻ്റെ മറ്റൊരു പബ്ലിസിറ്റിയോ ഒന്നും ഉണ്ടാവില്ല. മാഡമിൻ്റെ വീട്ടിലേക്ക് മാത്രമാണ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത് മാഡമിൻ്റെ വീട്ടിലാണ്. മഞ്ചേശ്വര താലൂക്കിലെ ഉപ്പള ആവുന്ന ഏരിയത്തിലാണ് നമ്മളിപ്പോൾ അവരെ മാഡമിൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഈ ഇത് ഡിസ്കഷൻ നടന്നുള്ളത്. അപ്പോൾ ആ ഡയഗ്നോസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നാൽ നിങ്ങൾ 1 മണിക്കൂർ ഇരുത്തി മൊത്തം നിങ്ങളെ എല്ലാ ഹിസ്റ്ററി എടുക്കും. ഫോർ എക്സാമ്പിൾ പറയാൻ എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനെ കാണുമ്പോൾ വന്നിരുന്നു. അപ്പോൾ അവർ എവിടെ എത്തിയെന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ചെറിയൊരു ഓപ്പറേഷനായിട്ട് കഴിച്ച ആ ടാബ്ലറ്റിനടുത്ത് പോയിട്ടാണ് നിങ്ങളെ ബോഡി സപ്രസ് ആയത്. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ പോലെ അല്ല വൈഫിൻ്റെ ചേച്ചിയുള്ളത്. ഈ മെഡിസിൻ കഴിച്ചത് കൊണ്ടാണ് നിങ്ങളെ ബോഡി ഈ രീതിയിലായത്. അപ്പോൾ ആ രീതിൻ്റെ ഒരു എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ലീനേജ് ഇങ്ങനെ എടുക്കും, ബാക്കോട്ട് ഈ സമയത്ത് എന്ത് കഴിച്ചിട്ടുണ്ട്, ചെറുതുണ്ടാകുമ്പോൾ എന്ത് ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്, മറ്റെന്ത്, ഇതെല്ലാം ഇങ്ങനെ 1 by 1 നിങ്ങൾ ഹിസ്റ്ററി സ്റ്റഡി ചെയ്യൂ. അത് എല്ലാവരും ചെയ്യൂല. അതാണ് ഇവരെ ഒരു സ്പെഷ്യാലിറ്റി. ഇവരെ ട്രീറ്റ്മെൻറ്റ് വന്നാൽ നമ്മൾ ആക്ച്വൽ ലൈഫ് സ്റ്റൈൽ എന്താണ്, അതാണ് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിൽ വരാൻ നമുക്ക് പ്രേരിപ്പിക്കുന്നത്. ആക്ച്വൽ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ്, ഏതാണ് കഴിക്കേണ്ടത്, എപ്പോഴാണ്, വിശക്കുമ്പോൾ മാത്രം കഴിച്ചാൽ മതി. ഞാൻ വിശപ്പ് നമ്മൾ കഴിച്ചുകൊണ്ടുണ്ട്, എങ്ങനെ കഴിച്ചുകൊണ്ട് പോകും. അതാണ് നമുക്ക് എല്ലാ ഈ അസുഖങ്ങളായിട്ട് വരുന്നത്. ഇത്രയും പറയാനുള്ള. മാഡമിനെ കാണുക, പേഴ്സണലായിട്ട് കാണുക. ഏത് സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ എന്ത് അയച്ചാലും, ഇപ്പം നമ്മുടെ വീട്ടിലൊരു ലാസ്റ്റ് 4 years ആയി നമ്മൾ അലോപ്പത്തിക്ക് മെഡിസിൻ കൂടുതൽ കഴിക്കുന്നുണ്ട്. എന്തുണ്ടെങ്കിൽ പനി വന്നാൽ മാഡമിൻ്റെ വോയിസ് ക്ലിപ്പ് വാട്സപ്പിൽ ഇട്ടാൽ മതി, വിത്തിൻ 10 minutes മറുപടി വരും. അതാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞുള്ള മാക്സിമം പ്രേക്ഷകർ മാഡമിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ എടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം. താങ്ക് യു. കഴിക്കാനൊന്നുമില്ല എന്നല്ല, അവരെന്താ പറയുന്നത്, അവരെന്ത് നമുക്ക് ഡയറ്റ് ഫുഡ് തരുന്നതോ അത് എടുത്താൽ മതി. അവരെന്ത് പറയുന്നത് അത് പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ 100% റിസൾട്ട് ഉറപ്പാണ്. അതിൻ്റെ എക്സാമ്പിളാണ് എൻ്റെ വൈഫ് ഇവിടെ ഇരിക്കുന്നത്. അതിന് കൂടെ എൻ്റെ ഫാമിലിൻ്റെ അമ്മാവൻ എടുത്തിട്ടുണ്ട്, അമ്മായി എടുത്തിട്ടുണ്ട്, എൻ്റെ അളിയൻ എടുത്തിട്ടുണ്ട്, അളിയൻ്റെ വൈഫ് എടുത്തിട്ടുണ്ട്, ഇവരെ ചേച്ചി എടുത്തിട്ടുണ്ട്, ചേച്ചിൻ്റെ മോൾ എടുത്തിട്ടുണ്ട്, ഞാൻ മാത്രം, എൻ്റെ മോനെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്കും പറയാം, എൻ്റെ മോൻ്റെ ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മംഗലാപുരത്ത് പോയപ്പോൾ കുറേ ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് എനിക്ക് അതാണ് ഇതാണ് കുറേ എല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ അവിടുത്തെ റിസൾട്ട് റിപ്പോർട്ട് മാഡമിന് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ അയച്ചു തന്നതാണ്. അപ്പോൾ മാഡം പറഞ്ഞു ഒന്നുമില്ല,
കുട്ടീനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നോളൂ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞത്. ഇതുവരെ ആ ഒരു ഇഷ്യൂസ് തന്നെ ഇതുവരെ എൻ്റെ മോനില്ല.